സർവൈശ്വര്യ പൂജയൊക്കെ നടന്നിരിക്കുന്ന ഈ ഒരു ദിവ്യമായ അന്തരീക്ഷത്തിലെ ഗുരുവിൻ്റെ സവിധത്തിൽ ഇരുന്നു കൊണ്ട് ഗുരുദർശനത്തിലെ മാതൃഭാവം എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഏറെ അനുയോജ്യമായിരിക്കുന്നു സാഹചര്യം. നമുക്കറിയാം, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് ദർശനം. ദർശനം എന്നാൽ എന്താണ്? കാഴ്ച എന്നർത്ഥം അല്ലേ? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നിങ്ങളെ കാണുന്ന കാഴ്ചയല്ല അത്. നമ്മൾ കാണുന്ന കാഴ്ചയിലെ കാണാത്ത പരമ്പൊരുളിനെ ദർശിക്കുന്നതാണ് ദർശനം. ഗുരു ഈ ലോകത്തെ ഏകമായി ദർശിച്ച കാരുണ്യ സ്വരൂപനാണ്. ഒരു മഹാഗുരുവിൻ്റെ ദർശനം അല്ലെങ്കിൽ സിദ്ധാന്തം ചൈതന്യവത്തായി മാറുന്നത് നമ്മളിങ്ങനെ മൈക്കിൻ്റെ ചുവട്ടിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴോ ഗുരുവിനെ ആരാധന ചെയ്യുമ്പോഴോ നാമജപങ്ങൾ അർപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ അഷ്ടോത്തര ശതനാമാവലികളെല്ലാം ചൊല്ലി ഗുരുവിനെ നാമജപങ്ങൾ കൊണ്ട് തൃപ്തനാക്കുമ്പോൾ മാത്രമല്ല. പിന്നെ എപ്പോഴാണ് ഒരു മഹാഗുരുവിൻ്റെ ദർശനം ചൈതന്യവത്താക്കുന്നത്? അതൊരു ജനതയുടെ ജീവിത ശൈലിയായി മാറുമ്പോഴാണ്. തൊട്ടടുത്തിരിക്കുന്നവനെ കൂടി ചേർത്ത് പിടിക്കാനും സ്നേഹിക്കുവാനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ ഗുരുവിൻ്റെ ഭക്തരാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കുക? അനുകമ്പ സ്വരൂപനായ ഗുരു ഈ ലോകത്തെ അനുകമ്പയോടെ ചേർത്ത് പിടിച്ചു. കല്ലിനകത്തു കുടിവാഴുന്ന അല്പജന്തു മുതൽ അല്ലിക്കുടത്തിലമരുന്ന അമരേന്ദ്രൻ വരെ എല്ലാം ഗുരുവിൻ്റെ ദർശനത്തിൽപ്പെട്ടിരുന്നു. ഗുരു എന്നും ചേർത്ത് പിടിച്ചത് ഒറ്റപ്പെട്ട് നിന്നവരെ ആയിരുന്നു. കൂട്ടം കൂടി നിന്നവരെ അല്ല, ഒറ്റപ്പെട്ട് നിന്നവരെ ചേർത്ത് പിടിച്ച കാരുണ്യ സ്വരൂപനാണ് ഗുരു. ഗുരുവിൻ്റെ സങ്കല്പത്തിനനുസരിച്ച് പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ 3 എണ്ണമാണ്. ക്ഷേത്ര സങ്കല്പം 3 ആണ്. ഒന്ന് അരുവിപ്പുറം പ്രതിഷ്ഠ. അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ അവശ ജനകോടികൾക്ക് ആരാധനാ സൗകര്യം ഒരുക്കുന്നതിലൂടെ ഒരു സംഘടനാ സിദ്ധാന്തത്തിന് തറക്കല്ലിടുക കൂടി ചെയ്തു ഗുരു. അതിനുശേഷം പിന്നെ വരുന്നത് വർക്കല ശിവഗിരി ശാരദാ പ്രതിഷ്ഠയാണ്. ആ ആദ്യത്തെ പ്രതിഷ്ഠയിൽ വിഗ്രഹമുണ്ടായിരുന്നു, ക്ഷേത്രാരാധനകളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടാമത് പ്രതിഷ്ഠിച്ചപ്പോൾ നമ്മുടെ ശാരദയ്ക്ക് വെള്ളവും പുഷ്പവും മാത്രം മതി. ആത്മീയമായി ഒരു പടി കൂടി ഉയർന്ന് അറിവിൻ്റെ ദേവതയെയാണ് ഗുരു പ്രതിഷ്ഠിച്ചത്. ഗുരുവിൻ്റെ ഹൃദയത്തിൽ വിരിഞ്ഞ സൗന്ദര്യ കുസുമമായ അറിവിനെയാണ്, ബ്രഹ്മസ്വരൂപത്തിൻ്റെ ശക്തിയെയാണ് ഗുരു ശാരദയായി നമുക്ക് പ്രതിഷ്ഠിച്ചു തന്നത്. അതിലും ഒരു പടി കൂടി ഉയർന്ന് അദ്വൈതാശ്രമത്തിലെത്തിയപ്പോൾ വിഗ്രഹവുമില്ല, രൂപവുമില്ല, നാമവുമില്ല. അതിനപ്പുറം രണ്ടില്ല, ഏകമായ സത്യത്തെ ഗുരു പറഞ്ഞു തരുന്നതിന് അദ്വൈതാശ്രമം സ്ഥാപിച്ചു. ഇതില് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ചൊല്ലിയില്ലേ, ലളിതാ സഹസ്രനാമവും ദേവീ പൂജയൊക്കെ നടത്തി നമ്മൾ കുറച്ച് ആഴത്തിലൂടെ ഗുരുകൃതികളെ സമീപിക്കേണ്ടതുണ്ട്. അതായത് അറിവിൻ്റെ ദേവത എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനെ ആകെ നിയന്ത്രിക്കുന്ന, ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളും നാം ഉൾപ്പെടെയുള്ള അണു മുതൽ അണ്ഡകടാഹം വരെയുള്ള സമസ്ത ചരാചരങ്ങളും ഏതിൽ നിന്നുണ്ടായി, ഏതിൽ നിലനിന്ന് ഏതിലേക്ക് മടങ്ങുന്നുവോ അതാണ് ജഗതീശ്വരൻ അല്ലെങ്കിൽ പരബ്രഹ്മം അല്ലെങ്കിൽ അറിവ്, ബോധം. ഗുരു വിവിധങ്ങളായ നാമങ്ങൾ കൊടുത്തു അതിന്. ആ ജഗതീശ്വരൻ്റെ ശക്തിയാണ് ദേവി. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിക്കുന്ന ജഗതീശ്വരൻ്റെ ശക്തിയായാണ് ദേവീ സ്വരൂപത്തെ ഗുരു നമുക്ക് തന്നത്. അറിവിൻ്റെ ദേവതയെ നമുക്കറിയാം, ഒന്നായ മാമതിയിൽ തുടങ്ങി, അതായത് ഏകമായ ആ സത്യത്തിൽ തുടങ്ങിയിട്ട് ഗുരു അവസാനിപ്പിക്കുന്നു ജന്നി നവരത്ന മഞ്ജരി എന്ന 9 ശ്ലോകങ്ങൾ അടങ്ങിയ നവരത്ന മഞ്ജരി. ജന്നി നവരത്ന മഞ്ജരി അവസാനിപ്പിക്കുന്നത് വാഴ്ത്തുവാനും അരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അമ്മേ, നിന്നെ
വാക്കുകൾ കൊണ്ട് സ്തുതിക്കാനാവുന്നതല്ല, മനസ്സുകൊണ്ട് ചിന്തിക്കാവുന്നതല്ല, ബുദ്ധിക്ക് പിടിക്കാവുന്നതല്ല. വാക്കിനപ്പുറമുള്ള ആ പരമചൈതന്യത്തെ ഗുരു നമുക്ക് പറഞ്ഞു തന്നു. ഒന്നായ ആ ജഗദീശ്വര ശക്തിയിൽ നിന്ന് ആയിരം ത്രിപുടികൾ വന്നപ്പോൾ നമ്മൾ അതില് സത്യമെന്ന് കരുതി ഒന്നാകെ വീണു വലഞ്ഞുപോയി. സത്യമല്ലാത്തതിനെ സത്യമെന്ന് കരുതി വീണു വലഞ്ഞു. ഇനി അതിൽ നിന്നൊന്ന് കരകയറണമെങ്കിൽ ദേവിയുടെ പാദങ്ങൾ മാത്രമാണ് ആശ്രയമായിട്ടുള്ളത്. ഗുരു ചോദിക്കുകയാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ, അമ്മേ ഞാൻ എന്നാണെന്ന് ആറി തണുക്കുക? ഈ പ്രാപഞ്ചിക ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളിൽ പെട്ട് വലയുന്ന ഞാൻ എന്നാണമ്മേ ഞാനൊന്ന് ആറി തണുക്കുക എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒന്നാം ശ്ലോകം അവസാനിപ്പിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ദേവീ സ്തുതി എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ലളിതാ സഹസ്രനാമമാണ്, അല്ലേ? നമുക്കൊക്കെ അറിയാമോ എന്നറിയില്ല ഗുരുവിന്റെ കൃതികൾ എന്താണെന്ന്. അതായത് ശാക്തേയ പ്രസ്ഥാനത്രയങ്ങൾ എന്ന് പറയും. ദേവി ആരാധനയ്ക്കാണ് ശാക്തേയ പ്രസ്ഥാനം എന്ന് പറയാം. ശാക്തേയ പ്രസ്ഥാനങ്ങളിൽ 3 ഗ്രന്ഥങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഭാരതത്തിലെ ദേവി ആരാധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സങ്കല്പങ്ങളാണ് നമ്മളൊക്കെ ഇപ്പൊ ചൊല്ലിയ ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യവും സൗന്ദര്യലഹരിയും. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ 3 കൃതികളിലെയും ഈ 3 ഗ്രന്ഥങ്ങളിലെയും സാരത്തെ എടുത്തിട്ട് ആറ്റി കുറുക്കി സൂത്രരൂപത്തിൽ ഗുരു നമുക്ക് തന്നതാണ് ജന്മി നവരത്ന മഞ്ജരി. നമ്മൾ ഇതൊക്കെ എടുത്തൊരു മൂലയിലേക്ക് മാറ്റിവെക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്തോത്രഗതി എന്ന് പറഞ്ഞാൽ ഗുരുദേവ കൃതികളിലേക്ക് അടുത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏകദേശം ഈ ക്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടുമെന്ന് തോന്നുന്നു. നമുക്കറിയാം, കേരളത്തിലെ ഏത് മുക്കിലും മൂലയിലും പരിശോധിച്ചാലും നമുക്കൊരു ദേവീക്ഷേത്രം കാണാം. അതിപുരാതനമായ ഒരു ആരാധന സമ്പ്രദായമാണ് ദേവി ആരാധന. അവിടെ നമ്മൾ അറിയേണ്ടത് ദേവീ സങ്കല്പങ്ങളെല്ലാം തന്നെ ജഗദീശ്വരന്റെ ശക്തിയുടെ പ്രതീകമാണ്. അറിയാം, ഗുരു ദേവതകളെ അനേകം നമുക്ക് തന്നു. ദേവനെ തന്നു, ശിവനെ തന്നു, സുബ്രഹ്മണ്യനെ തന്നു, ഗണപതിയെ പ്രതിഷ്ഠിച്ചു തന്നു, അല്ലേ? അതിനുശേഷം ഗുരു നമുക്ക് ശിവനും അതുപോലെ തന്നെ ദേവിയെ തന്നു, ശാരദയെ തന്നു. പിന്നെ തന്നു ശിവനും പാർവതിയും ചേർന്ന, ദേവനും ദേവിയും ചേർന്ന ആ സങ്കല്പം നമുക്ക് അർദ്ധനാരീശ്വര സ്തവം തന്നു, അല്ലേ? പിന്നെ നമുക്ക് ദേവനും ദേവിക്കും ഒക്കെ അപ്പുറമായിട്ടുള്ള പരമ്പൊരുളിനെ ആരാധിക്കുവാനായിട്ട് ആത്മോപദേശ ശതകം തന്നു, അദ്വൈത ദീപിക തന്നു, ബ്രഹ്മവിദ്യാപഞ്ചകം തന്നു, ജന്മി നവരത്ന മഞ്ജരി തന്നു. ഏത് സ്തോത്രഗതികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഗുരു മുന്നോട്ട് വയ്ക്കുന്നത് ജഗദീശ്വരനെ തന്നെയാണ്. കാരണം നൂറ്റാണ്ടുകളായി നമ്മൾ നടന്നു പരിചയിച്ച വഴികളാണ് വിഗ്രഹാരാധന. അതിലൂടെ തന്നെ ഗുരു നമ്മെ നടത്തി. ശിവനെ പ്രാർത്ഥിക്കുമ്പോൾ ഗുരു പരബ്രഹ്മത്തെ പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ച്. ശിവനെ പരബ്രഹ്മ സ്വരൂപമായി കണ്ടു. ഗണപതിയെ പ്രാർത്ഥിക്കുമ്പോൾ ഗുരു ഗണപതിയെ പരബ്രഹ്മ സ്വരൂപനായി നമുക്ക് പറഞ്ഞു തന്നു. സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കാനുള്ള സ്തോത്രഗതി തന്നപ്പോൾ ഗുരു നമുക്ക് പരബ്രഹ്മ സ്വരൂപത്തെ പറഞ്ഞു തന്നു. അതാണ് ഗുരുവിൻ്റെ ഒരു ദൈവം, പരബ്രഹ്മം. അതാണ് നമ്മൾ ഭക്തിയിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിക്കേണ്ടത്. ഗുരുവിൻ്റെ ദേവീസ്തവം എന്ന കൃതി, ഗുരുദേവ കൃതികളെല്ലാം ചൊല്ലുന്നവരാണ് എന്ന് തന്നെ കരുതുകയാണ്. കാരണം വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഇത്രയും സമയം ഞാൻ ഇരുന്നത്. നമ്മളുടെ ക്ഷേത്രമൊക്കെ അതിമനോഹരമായിരിക്കുന്നു. നമ്മളുടെ പൂജാരീതികളും ആരാധനാ രീതികളും ഭക്തിയും എല്ലാം വളരെ വളരെ ആധ്യാത്മിക രീതിയിലെ ധ്യാനാത്മകം തന്നെയായിരുന്നു. ഇവിടെ ദേവീസ്തവം എന്ന കൃതിയിൽ ഗുരു ഇക്കാര്യം പറയുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഒത്തിരി കാര്യങ്ങൾ ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ പറഞ്ഞു, അല്ലേ? പരാപശ്യന്തി മധ്യമാരൂപയാണ്, ബിന്ദുരൂപയാണ്, നാദരൂപയാണ് എന്നൊക്കെ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ നിങ്ങൾ ഇത്ര നേരം ഇരുന്ന് ചൊല്ലി.
അറിഞ്ഞിട്ടാണോ ചൊല്ലിയെന്ന് എനിക്കറിയില്ല. സൂക്ഷ്മരൂപിണിയാണ് ദേവി എന്നൊക്കെ നമ്മൾ ചൊല്ലി. ഗുരു ഇത് ദേവീസ്തവത്തിൽ പറയുന്നത് എന്താന്ന് നമുക്ക് നോക്കണ്ടേ? തെഴുമേനി നിന്നവയവങ്ങൾ ഊഴിന്നു മൊഴിയുന്നതെന്നെ മുനികൾക്കുമെന്നമ്പികേ, കഴിവില്ലയൊന്നും അതുകൊണ്ടെനിക്കുന്നു നിൻ മൊഴി വന്നു മൗനനിലയായി മുഴങ്ങുന്നിതാ. ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഋഷിവര്യൻ പറയുകയാണ്, ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, പഞ്ചഭൂതാത്മകമായ ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, അല്ലയോ അമ്മേ, നിന്റെ തെഴുമേനിയിലെ, നിന്റെ ദിവ്യമായ ശരീരത്തിലെ അവയവങ്ങൾ ഓരോന്നും വർണ്ണിക്കുവാൻ സാധ്യമല്ല. ആലോചിച്ച് നോക്കൂ. നമുക്ക് ധാരാളം കവീശ്വരന്മാരും ഋഷീശ്വരന്മാരൊക്കെ ഉണ്ട്. അവർ നമുക്ക് ദേവിയുടെ രൂപത്തെ വളരെ മനോഹരമായി കാവ്യാത്മകമായി വർണ്ണിച്ചു തന്നിട്ടുണ്ട്. ഗുരു എന്ന ആ പരമ ഋഷി പറയുകയാണ്, ദേവി നിന്നെ എങ്ങനെയാ വർണ്ണിക്കുക? ഭൗതിക ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ദേവിയുടെ ശരീരങ്ങൾ ഓരോന്നും വർണ്ണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ല ദേവി, അതല്ല. എന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ വർണ്ണിക്കാൻ ഒരുങ്ങുമ്പോൾ, അതായത് നീ എന്ന ശക്തി, നീ എന്ന ജഗദീശ്വരന്റെ ശക്തിയായ ദേവി എങ്ങനെയാണ് ഈ വൈവിധ്യമാർന്ന പ്രപഞ്ചമായി മാറിയതെന്ന് വർണ്ണിക്കാൻ മുനിമാർക്ക് പോലും പറ്റില്ല. അത് വർണ്ണിക്കാൻ തുടങ്ങുമ്പോൾ എൻ മൊഴി വന്നു മൗനനിലയായി മുഴങ്ങുന്നിതാ. ഞാൻ നിന്നെ വർണ്ണിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഞാനും നീയും ഞെരുക്ക കലർന്ന് ഒന്നായി പോകുന്നല്ലോ ദേവി. നാമും ദൈവവും ഒന്നായി പോകുന്നു. ഇനി നമുക്ക് വ്യവഹരിച്ചുകൂടാ, അല്ലെ? അത്രയും പരമാത്മ സത്യത്തെ സാക്ഷാത്കരിച്ച പരമ്പൊരുളാണ് ഗുരു. ഗുരു പറയുകയാണ്, നമ്മൾ പറഞ്ഞല്ലോ ജനീ നവരത്ന മഞ്ജരി അവസാനിക്കുന്നത് വാഴ്ത്തുവാനും അരുതേ എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഇവിടെയും പറഞ്ഞത് മൊഴി വന്നു മൗന നിലയായി മുഴങ്ങുന്നിതാ. ഇത് ഉപനിഷത്താണ് ഗുരു പറയുന്നത്, വേദമാണ്. അതായത് വേദം പറയുന്നു, യസ്യ അമതം തസ്യ മതം, മതം യസ്യ ന വേദസഹ. ഉപനിഷത്ത് പറയാണ്, യസ്യ അമതം, ഏതൊരു ചൈതന്യ സ്വരൂപനാണോ ഈ ചൈതന്യത്തെ മനസ്സിലായില്ല എന്ന് പറയുന്നത്, എനിക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതിനെ എനിക്ക് ബുദ്ധിക്ക് പിടിക്കാത്തതാണ് എന്ന് പറയുന്നത്, അവൻ മാത്രമേ ഇതിനെ അറിഞ്ഞിട്ടുള്ളൂ. നമ്മളോട് ജനീനവരത്ന മഞ്ജരി മനസ്സിലായെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എനിക്ക് മനസ്സിലായി എന്ന് പറയും. ഗുരു പറയുന്നു, വാഴ്ത്തുവാനും അരുതേ. മതം യസ്യ ന വേദസഹ, ആരാണോ ഇതിനെ അറിഞ്ഞു എന്ന് പറയുന്നത് അവൻ ഇതിനെ അറിഞ്ഞിട്ടുമില്ല. ഇത് ഗുരുവിന്റെ മതം. അപ്പൊ നമ്മൾ ആദ്യത്തെ ശ്ലോകം ദേവീസ്തവത്തിൽ ഗുരു പറഞ്ഞു, ഒരു ഭൂമിയിൽ പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ദേവി എന്താണെന്ന് വർണ്ണിക്കുവാൻ സാധ്യമല്ല. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയ ഗുരു, ഇതുകൊണ്ടു കണ്ടതിലൊരുത്തി നീ എന്നുമീ മതിമണ്ഡലത്തോടു മറുത്തു മറ്റൊന്നിനും കുതി കൊണ്ടു ചാടി വലയാതെ കണ്ടങ്ങുവിൻ പദതാരെടുത്തു പദമൂന്നി പൊന്നിൻ കനി. ദേവിയെ ഗുരു വിളിക്കുക, പൊന്നിൻ കനി, എൻ്റെ അമ്മേ, ജഗദീശ്വര ശക്തി, നമ്മുടെ അമ്മയെ തൊഴുതുവോ എന്ന് ശിവഗിരിയിലെത്തുന്ന എല്ലാവരോടും ചോദിക്കും, അറിവിൻ്റെ ദേവതയെ തൊഴുതുവോ, അല്ലെ? എൻ്റെ പൊന്നിൻ കനി, നിന്നെ വർണ്ണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സകലതും ദേവീ ചൈതന്യമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളുടെ അകത്തിരുന്ന് ചലിക്കുന്ന ചൈതന്യവും ഈ പ്രപഞ്ചത്തെ ആകെ സ്ഫുരിക്കുന്ന ചൈതന്യവും ശക്തി സ്പന്ദനം, എനർജി, വൈബ്രേഷൻ. അറിയാം, ആധുനിക ശാസ്ത്രലോകം വരെ ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെ കുറിച്ച് കണ്ടെത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല ശാസ്ത്രജ്ഞന്മാര് ഈ പ്രപഞ്ചത്തിന് കാരണം ഒരു ദൈവഗണമാണെന്ന് പറഞ്ഞിട്ട്.
ഒരു കല്ലിനെ എടുത്ത് പരിശോധിച്ചാൽ പോലും അതിലെ ഘടകങ്ങൾ പരസ്പരം ചലിക്കുന്നുണ്ട്. അത് ശബ്ദമാണ്, നാദമാണ്, വേവ്സ് ആണ് എന്ന് ശാസ്ത്രജ്ഞന്മാരോടും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാം ശക്തി സ്വരൂപമാണെങ്കിൽ ഏതിനെയാണ് ദേവി എന്ന് വിളിക്കുക? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ അമ്മമാരും ദേവിയാണ്. നമ്മൾ അമ്മയ്ക്ക് പൂജ കൊടുത്തില്ലേ അവസാനം? എല്ലാ സ്ത്രീജനങ്ങളും ദേവിയാണ്. ഈ പ്രപഞ്ചത്തിലെ സകലതും ദേവീ സങ്കല്പമാണ്. അതായത് ബ്രഹ്മത്തിന്റെ ശക്തിയാണ്, എനർജി, വൈബ്രേഷനാണ്. അതാണ് ഗുരു ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ദേവി അതുകൊണ്ട് കണ്ടതിലൊരുത്തി നീ എന്നുമേ, ഒരു രൂപത്തെ ദേവിയായി സങ്കല്പിച്ചിട്ട് തന്നിരിക്കുക. നമുക്ക് തന്നേക്കുക. നമ്മളിങ്ങനെ പലതിൽ ഓടി നടക്കുന്നവരാ. ഇപ്പുറത്തെ കൃഷ്ണനെ തൊഴുക, നമുക്ക് ഈ കൃഷ്ണന് ശക്തി ഇല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ കൃഷ്ണനെ പോയി തൊഴണം. അല്ലെങ്കിൽ ഇവിടുത്തെ ഗുരുവിന് ശക്തി ഇല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ഗുരുവിനെ പോയി തൊഴണം നമുക്ക്. കാരണം നമ്മളിങ്ങനെ പലതിൽ ഭ്രമിച്ച് കുതികൊണ്ട് ചാടി വലഞ്ഞ് നടക്കുകയാണ്. ഒന്നിൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ നാം പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഗുരു പറയാണ്, കുതി കൊണ്ടു ചാടി വലയാതെ കണ്ടങ്ങ്. മനസ്സ് ഭ്രമിച്ചു പോകല്ലേ. നിൻ പദതാരെടുത്തു പദമൂന്നി പൊന്നിൻ കനി. നിന്റെ മനസ്സ് ആ ഒരു രൂപത്തെ വെച്ചിട്ട് ആ രൂപത്തിലേക്ക് മനസ്സ് സങ്കല്പിച്ചുകൊണ്ട് നീ നിന്റെ ഉള്ളിലെ ചൈതന്യത്തെ ധ്യാനിക്കാനാണ് ഗുരു പറഞ്ഞത്. നമുക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗുരു ഇരിക്കുന്നത് ഗുരുമണ്ഡപത്തിലാണ്, ദേവി ഇരിക്കുന്നത് ദേവീ ക്ഷേത്രത്തിലാണ്, ശിവൻ ഇരിക്കുന്നത് ശിവവിഗ്രഹത്തിലാണ്. കെട്ടിയ കുറ്റിയിൽ നിന്ന് വർഷം എത്രയായി ഗുരു ഇതൊക്കെ തന്നിട്ട് നമ്മളൊരല്പം പോലും അനങ്ങിയിട്ടുണ്ടോ? നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാറായിട്ടുണ്ടോ? നമ്മൾ എന്തെല്ലാം ഭഗവാൻ നമുക്ക് തന്നു. പറഞ്ഞു, അപരമിതൊക്കെയും പരിചയിക്കുമതിങ്കളിരുന്ന് അപജയമായണഞ്ഞതിതു കണ്ടറി നീ മനമേ. ജപപടമംഗമാം ഇതിലിരുന്നു ജപിക്കുകിൽ ഇങ്ങുപരതി വന്നുപെടാം അകതാരിലൊരിമ്പമതാം. പറഞ്ഞു വന്നത് വളരെ ശ്രദ്ധയോടെ ഭഗവാന്റെ ആ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ധ്യാനാത്മകമായി ഇത് കേട്ടാൽ ഭക്തി എന്തെന്നറിഞ്ഞ് ഭക്തി ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭക്തിക്ക് വിലയുണ്ടാവുക കേട്ടോ. ജ്ഞാനത്തിലൂടെ ആ ഭക്തിയിലേക്ക് എത്തുന്നത്. മനസ്സിലായോ? ഈശ്വരൻ എന്താണെന്ന് അറിഞ്ഞിട്ട് ആരാധന ചെയ്യേണ്ടത്. നമ്മൾ പക്ഷേ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ പോലും അതൊന്നും ശ്രദ്ധിക്കില്ല. ശ്രദ്ധയോടെ തന്നെ വേണം ഇത് ശ്രവിക്കാനായിട്ട്. അപ്പോൾ പറയുക, ഗുരു ശിവസ്തവത്തിലൂടെ പറയുക, എൻ്റെ ജഗദീശ്വര, ഞാൻ ഈ ലോകത്ത് പലതിനും എൻ്റെ മനസ്സ് പറ്റിപ്പിടിച്ചു. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ രൂപങ്ങളൊക്കെ ആസ്വദിച്ചു നോക്കി, എൻ്റെ ചെവി കൊണ്ട് ശബ്ദങ്ങളൊക്കെ കേട്ടു നോക്കി, എൻ്റെ നാവ് കൊണ്ട് പലതും രുചിച്ചു. പക്ഷേ ഇവിടെയൊക്കെ എനിക്ക് അപജയമാണ് സംഭവിച്ചത്, പരാജയമാണ് സംഭവിച്ചത്. കണ്ണിന് വീണ്ടും നല്ല കാഴ്ചകൾ കണ്ടാലേ വീണ്ടും സുഖിക്കാൻ പറ്റൂ. നാവിന് വീണ്ടും വീണ്ടും ആഹാരം കിട്ടിയാലേ രുചി വീണ്ടും ആ സുഖത്തെ നിലനിർത്താനാകൂ. പക്ഷേ ഇത് പരാജയപ്പെട്ടു ഞാൻ. ഇവിടെയൊന്നും ശാശ്വതമായ സുഖം കാണുന്നതിലോ കേൾക്കുന്നതിലോ പറയുന്നതിലോ രുചിക്കുന്നതിലോ മണക്കുന്നതിലോ ഒന്നും ശാശ്വതമായ ആനന്ദവും സുഖവും ഇരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് മനസ്സിനൊരു താക്കീത് കൊടുക്കുക. കണ്ടറി നീ മനമേ, എത്ര കാലമായി നീ എന്നെ അതിലും ഇതിലും ഒക്കെ ഇട്ട് വലച്ച് എൻ്റെ ജീവിതം ഇവിടെ എത്തി. ഇനി എനിക്ക് വയ്യ. അതുകൊണ്ട് എൻ്റെ ഈ ശരീരം ജപിക്കാൻ വിരിച്ചിടുന്ന ഒരു വസ്ത്രം മാത്രമാണ്, ജപപടമംഗമാണ്. ഇത് ജപിക്കാനാ ശരീരം, അല്ലാതെ സുഖഭോഗങ്ങൾക്ക് മീതെ ഓടാനുള്ളതല്ല. ഗുരു പറഞ്ഞു തരിക, ജപപടമംഗമാം ഇതിലിരുന്നൊന്ന് ജപിക്കേ. മനസ്സിന് ശക്തിയുള്ളപ്പോൾ, ശരീരത്തിന് ആരോഗ്യമുള്ളപ്പോഴൊക്കെ ഈശ്വരനാമം ചൊല്ലുക, ഈശ്വരൻ എന്താണെന്ന് അറിയുക.
യഥാർത്ഥ ഈശ്വരൻ എന്താണെന്ന് അറിഞ്ഞ് ഈ ലോക ജീവിതം ശ്രേഷ്ഠജന്മമായ മനുഷ്യജന്മം കടന്നു പോകേണ്ടതുണ്ട്. അതിനല്ലേ എത്രയോ ദിവസങ്ങളായി പാവങ്ങളുടെ കഷ്ടപ്പാടുകൾ ഇങ്ങനെയൊന്ന് നടത്തിക്കൂട്ടാൻ എത്രയോ പേരുടെ നിരന്തരമായ പ്രയത്നമാണിത്. നമ്മുടെ മനസ്സുകളിലേക്ക് ഇതിൻ്റെ ആ ജ്ഞാനം എത്തിയില്ല എങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് ഇതിൻ്റെ ആ ഒരു ചൈതന്യം എത്തിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളും നമ്മുടെ സമൂഹവും ഒന്നും നന്നാവില്ല. നമ്മൾ വീണ്ടും ഓടും, പൈസയും കൊണ്ട് നാലുപാടും. എന്താ ചോദിക്കുന്നതെന്നറിയോ? വെറും നശ്വരമായത്, കഴിച്ച് വിസർജിച്ച് കളയാവുന്ന നശ്വരമായ വസ്തുക്കൾ ചോദിച്ചുകൊണ്ട് ഓടുകയാണ് നമ്മൾ വിഗ്രഹങ്ങൾക്ക് നേരെ. അപ്പോഴും നമ്മൾ അറിയുന്നില്ല ശരിയായ ഭക്തി എന്തെന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നത് നമ്മൾ അറിയുന്നില്ല. നമുക്കിപ്പോ ദേവി മഹാത്മ്യമാണെങ്കിൽ തുടങ്ങുമ്പോൾ ഇങ്ങനെയാ തുടങ്ങുന്നത് അല്ലേ? ലോകമാതാവേ ശരണ്യേ ഭോഗമോക്ഷരേ സർവമംഗളേ എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? ശക്തിയായതും നീയേ, ബുദ്ധിയായതും നീയേ, എല്ലാം നീയാണെന്നാ പറയാ. എൻ്റെ ശാന്ത സ്വഭാവമായതും നീയാണ്, ഘോര സ്വഭാവമായതും നീയാണ്, ഇനി ഞാൻ അർപ്പിക്കുന്ന സ്വധായായതും നീയാണ്. ഞാൻ ദൈവങ്ങൾക്ക് സമർപ്പിക്കുന്ന ഹവിസുകൾക്കാണ്, ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കുന്ന ഹവിസിനാണ് സ്വാഹ എന്ന് പറയുക. അതായതും ദേവിയാണ്. സ്വധ പിതൃക്കൾക്ക് കൊടുക്കുന്ന ബലിച്ചോറിനാണ്, ബലിപിണ്ടത്തിനാണ് സ്വധ എന്ന് പറയുക. അതായതും നീയാണ്, സർവമായതും നീയാണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞ പോലെ വിദ്യാസമസ്ത തവ ദേവി ഭേദ, ലോകത്തിലെ സമസ്ത വിദ്യകളും ദേവിയാണ്. സ്ത്രീയ സമസ്ത സകലാ ജഗത്സു, ലോകത്തിലെ എല്ലാ സ്ത്രീ ചൈതന്യങ്ങളും ദേവിയാണ്. ത്വയൈകയാ പൂരിതമംബരേദസ്, അല്ലയോ അമ്മേ, നിന്നെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഈ ഭൂമി. കാത്തേ സ്തുതി സ്തവ്യ പരാപരോക്ത, ഞാൻ ആരെയാ സ്തുതിക്കുക? ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇരിക്കുന്ന ഓരോരുത്തരും ദേവിമാരാണ്, ദേവന്മാരാണ്. അകംപൊരുളിനെ ദർശിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അതായത് ഗുരു നമ്മളോട് പറഞ്ഞില്ലേ ശരീരമല്ല അറിവാണെന്ന്, അത് ഗുരുവിനെ പറഞ്ഞാന്ന് കരുതിയാ നമ്മൾ ചോദിക്കുന്നത്. എന്നെയൊന്നും അല്ല പറഞ്ഞത്, അത് ഗുരുവിനെയാ പറഞ്ഞത്. ഗുരു അത് അറിഞ്ഞു, നമ്മളത് അറിഞ്ഞില്ല. എല്ലാവരെയും കൂട്ടിയ ഗുരു പറഞ്ഞത് നാം ശരീരമല്ല അറിവാകുന്നു. ഈ ശരീരത്തിനപ്പുറം നമ്മളെ ചൈതന്യവത്താക്കി വെക്കുന്ന ബോധസ്വരൂപമാണ് നാം ഓരോരുത്തരും എന്നാണ് ഗുരു നമ്മളോട് പറഞ്ഞു തന്നത്. അത് ശ്രദ്ധയോടെ ബുദ്ധിയോടെ മനസ്സ് ഏകാഗ്രപ്പെട്ടത് കേൾക്കുക. ഒന്ന് വെറുതെ ചോദിച്ചോളട്ടെ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ദേവി എന്നാൽ ശക്തിയാണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ പറയാറില്ലേ ബുദ്ധിശക്തി, മനഃശക്തി, ദഹനശക്തി, ഇന്ദ്രിയശക്തി, കാഴ്ചശക്തി, ശ്രവണശക്തി, ഇതൊക്കെ പറഞ്ഞ എന്താ? ഈ ദേവിയെ കൂട്ടി തന്നെ എല്ലാതുമായിരിക്കുന്നത് ദേവിയാണ് എന്ന സങ്കല്പം തന്നെയാണ്. ഇനി ഗുരുവിൻ്റെ ദർശനമാല എന്ന കൃതി, അതിനകത്ത് അതായത് ഗുരുവിൻ്റെ ശിഷ്യനായ നടരാജഗുരു തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് ആൻ ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി അബ്സല്യൂട്ട് എന്ന പേരിൽ ഗുരുവിൻ്റെ കൃതിയിലെ ദർശനമാലയിലെ സത്ത എടുത്തിട്ട് അമേരിക്കയിലെ 5 സർവകലാശാലകളിൽ പഠന വിഷയമായിരുന്നത് ദർശനമാല എന്ന കൃതി നമ്മുടെയൊക്കെ ശ്രവണപുടത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അതിലെ മായാദർശനം എന്ന ഒരു അധ്യായമുണ്ട്. അതിലെ 10 ശ്ലോകങ്ങളിലായി ഗുരു പറയുന്നത് ഈ ദേവിയുടെ സ്വരൂപത്തെയാണ്. അതിൽ ഗുരു ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞില്ലേ വിദ്യാസ്വരൂപിണിയാണ് ദേവി അല്ലെ? വിദ്യാസ്വരൂപിണിയായ ദേവിയെ പറഞ്ഞു തന്നു. അതായത് എന്തുകൊണ്ടാണ് നമുക്കിന്ന് 4 കോടിയിലെ നമ്മളുടെ ഈ മീറ്റിങ്ങില് ഈ സത്സംഗത്തിൽ ഇത്രയും പേർക്ക് ഇങ്ങോട്ട് എത്താൻ തോന്നിയത് എന്തുകൊണ്ടാണ്? നമ്മളിൽ ഒരു വിദ്യാശക്തി ഇരിപ്പുണ്ട്. ഈ പ്രാപഞ്ചിക സുഖങ്ങൾക്കപ്പുറം ഈശ്വര ചൈതന്യം ഒന്നുണ്ട് എന്നും അത് സർവ്വതിനും അതീതമാണ് എന്നും ഒക്കെ ഒരു ശക്തി, ഒരു ഇച്ഛാശക്തി നിങ്ങളിൽ ഇരുന്ന് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സാധിച്ചത്. അല്ലാത്തവർക്കൊന്നും ഇവിടെ വന്ന് ഇരിക്കാൻ സാധ്യമല്ല. അതാണ് വിദ്യാശക്തി. അതായത് ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന ഏകമായ സത്യത്തെ, ആ സത്യത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ശക്തിയാണ് വിദ്യാശക്തി. ഇനി ഒന്നുണ്ട് അവിദ്യാശക്തി.
അവരെയൊക്കെ എത്ര വിളിച്ചാലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. എന്താന്ന് പറയട്ടെ, ഭൗതിക സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്ന അവർക്ക് കണ്ണുകൊണ്ട് കാണുന്നതേ സത്യം. ജീവിക്കുന്നത് ശരീരം പോറ്റാൻ വേണ്ടി മാത്രം. ഈ ശരീരം അവസാനം എവിടെ പോകുന്നു? എന്താ ചെയ്യുന്നത്? ഒരു പിടി ചാരമായിട്ട് എടുത്ത് കൈ തരും അല്ലേ? ആ ശരീരത്തെ പോറ്റാൻ വേണ്ടി മാത്രം ഒരു മനുഷ്യ ജീവിതം മാറ്റിവെക്കുന്ന അവർക്ക് സത്യം എന്തെന്നറിയില്ല, ഈശ്വരൻ എന്തെന്നറിയില്ല. ആ ഒരു ശക്തിയും ഈ ദേവിയുടെ ഭാഗമായിട്ടുണ്ട്, അവിദ്യാശക്തി. അവിദ്യാശക്തിയുള്ളവർ എന്തേ പറയൂ? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതേ വിശ്വസിക്കൂ. ഗുരു എന്ത് പറഞ്ഞു? കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല, ശരീരവും നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു. നമ്മുടെ ഗുരുവിന്റെ വാക്കുകൾ കേൾക്കാറുണ്ട്. ഒരു ചെപ്പിനകത്തിട്ട് അലമാരയിൽ വെച്ചേക്കുവാണ്. എന്നിട്ട് ഓരോ സന്ദർഭം വരുമ്പോൾ അതൊക്കെ എടുത്ത് പ്രയോഗിക്കും. എന്നിട്ട് പിന്നെയും അലമാരയിൽ എടുത്തിട്ട് വെക്കും, കുപ്പിയിലിട്ട് വെക്കും. അത് കുപ്പിയിൽ നിന്നെടുത്ത് ഹൃദയത്തിൽ പാകി ജപവും ധ്യാനവും പ്രാർത്ഥനയൊക്കെ കൊണ്ട് അത് മുളപ്പിച്ച് വരുമ്പോഴാണ് നമ്മൾ ഗുരുവിന്റെ ഭക്തന്മാരായിട്ട് മാറുന്നത്. അതാണ് അറിയേണ്ടത്. അപ്പൊ വിദ്യാശക്തി പറഞ്ഞു, അവിദ്യാശക്തി പറഞ്ഞു. ഇനി ദേവിക്കൊരു ശക്തിയുണ്ട്, പരാശക്തി. നമ്മൾ വിളിക്കാറില്ലേ പരാശക്തി, ആദിപരാശക്തി എന്ന് വിളിക്കാറില്ലേ? അതായത് നിങ്ങൾക്ക് ഈ ഭഗവാനെ കാണാനുള്ള കണ്ണ് തന്നത്, ശ്വസിക്കാനുള്ള മൂക്ക് തന്നത്, അതുപോലെ തന്നെ നാവ് തന്നത്, സ്പർശിക്കാൻ ത്വക്ക് തന്നത്, അതുപോലെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ ഇട്ട് തന്നത്, കർമ്മേന്ദ്രിയങ്ങൾ തന്നത്, ചിന്തിക്കാൻ മനസ്സ് തന്നത്, നമ്മുടെ ശരീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന പ്രാണനെ തന്നത്, മനസ്സ് തന്നത്, ബുദ്ധി തന്നത്, ഇതൊക്കെയായി വന്നതാണ് ഏതാണ്? പരാശക്തി. പരാശക്തിയാണ് നമുക്ക് ഇന്ദ്രിയങ്ങളെയും ശരീരം ഒക്കെ തന്നത്. ഇനി ഒന്നുണ്ട്, അപരാശക്തി. അതായത് ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടത്, അറിയേണ്ടത് അകംപൊരുളിനെയാണ്. പക്ഷെ നമുക്കതിന് കഴിവില്ല. ജന്മാന്തര സഞ്ചിത സംസ്കാരത്തിന്റെ ഫലമായി ഭൗതിക വാസനയിൽ വന്ന നമുക്ക് പുറത്തേക്ക് വെച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഓരോന്നും പുറം കാഴ്ചകൾ എടുത്തെടുത്തെടുത്ത് അവസാനം സത്യമറിയാതെ ജീവിതം അങ്ങോട്ട് കടന്നു പോകും. അകംപൊരുളിനെ ദർശിക്കാനുള്ളതാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ. അത് നമുക്കറിയില്ല അല്ലേ? നല്ല കാഴ്ചകൾ കാണുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ അകത്തേക്ക് കണ്ണടച്ചൊന്ന് ഇരിക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അപ്പോ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ബാഹ്യലോകത്തെ അനുഭവിപ്പിക്കുന്ന ശക്തിക്കാണ് അപരാശക്തി എന്ന് പറഞ്ഞത്. ഈ അപരാശക്തിയിൽ ഇരുന്നുള്ള കുഴപ്പം എന്താണെന്നറിയോ? അറിവപരപ്രകൃതിക്കധീനമായാൽ അരനൊടിയായിരം ആണ്ടുപോലെ തോന്നും. ഒന്ന് നോക്കിക്കേ പ്രപഞ്ചത്തിലേക്ക്. കാണുന്ന കാഴ്ചകൾ നല്ലതാണോ? കേൾക്കുന്ന വാർത്തകൾ നല്ലതാണോ? രുചിക്കുന്ന ആഹാരവും വിഷമയമല്ലേ? അതാ പറഞ്ഞ ഗുരു, അപരപ്രകൃതിയിലേക്ക് അറിവിനെ വെച്ചാല് അരനൊടി ഇവിടെ ജീവിച്ചാൽ പോലും 1000 ആണ്ട് ജീവിച്ച പോലെ ദുഃഖമാണ്. പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ടൊരൽപ്പമാത്രം. ആ പരമചൈതന്യത്തിന്റെ ആ ആനന്ദത്തെ അനുഭവിച്ചറിഞ്ഞവർക്ക് 10,000 ആണ്ട് ജീവിച്ചാലും ഒരു അല്പമാത്രം, അത്രയും ആനന്ദപരത നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരിക. നമ്മളെ തന്നെയാ പറയണത്, വേറെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും നോക്കണ്ട. നമ്മളിൽ ഇരിക്കുന്ന ചൈതന്യത്തെ കനൽ മൂടി അത് എത്രയോ ജന്മങ്ങളുടെ വാസനയുമായാണ് ഓരോ ജീവൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനെ ഊതി തെളിയിക്കാൻ മഹാഗുരു നമ്മെ പഠിപ്പിച്ചു തരികയാണ് ദേവീ സ്ഥലത്തിലൂടെ. ഊതു നീ ഊതു പൊന്നിൻകനി എന്നൊക്കെ പറഞ്ഞ് ഊതാൻ പഠിപ്പിക്കുക. ഊതി തെളിയിക്കാനാണ് ഇത്തരത്തിലുള്ള സത്സംഗങ്ങൾ ഓരോന്നും എന്ന് നമ്മൾ അറിയണം. വിദ്യ പറഞ്ഞു, അവിദ്യ പറഞ്ഞു, പര പറഞ്ഞു, അപര പറഞ്ഞു. ഇനി ഒന്നുണ്ട്, തമസ്, ഇരുട്ട്. നമ്മളെയൊക്കെ മൂടിയിരിക്കുന്നൊരു കൂരിരുട്ടുണ്ട്. അത് ജന്മാന്തരങ്ങളായി കൊണ്ടുവന്ന ഭൗതിക വാസനകളുടെ കർമ്മക്കെട്ടുകളാണ്. ആ കെട്ടിനാണ് നമ്മൾ വന്നേക്കണേ. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ സ്വരൂപത്തെ ഒന്നും അറിയാനുള്ള ത്രാണിയില്ല. നമുക്കറിയാം, പതിത ജനകോടികളുടെ ഈ ഇരുട്ടിനെ മാറ്റാനായിട്ടാണ് മഹാഗുരു മരുത്വ മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കൈ പിടിച്ചു വലിച്ചു നമ്മളോട് വരൂ പോരൂ,
ദിനം പിടിച്ചും മധുര അത് കുടിച്ചും കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ട ഉത്തിഷ്ട ശീഘ്രം, നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോൾ. ഈ ജ്ഞാന നദിയിലൊന്ന് മുങ്ങണ്ടേ? പട്ടിയായും പൂച്ചയായും പല്ലിയായും ഉറുമ്പായിട്ടൊന്നുമല്ലല്ലോ നമ്മൾ വന്നത്, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനായിട്ടല്ലേ. എന്നിട്ട് എന്തേ നമ്മൾ മൃഗങ്ങളെ പോലെ ഉണ്ടും ഉറങ്ങിയും ഈ ജീവിതം ഒന്ന് കഴിച്ചു കൂട്ടുന്നു? നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരിയാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ. അതാണ് ഗുരു പറഞ്ഞത്, തമസ്സുണ്ട്. ദേവിയുടെ ഒരു ശക്തിയാണ് ഈ തമസ് നമ്മളെ മൂടിയിരിക്കുന്നു. ഈ തമസ് മാറ്റാനായിട്ട് നമുക്ക് ദേവിയോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പിന്നെ ഒന്നുണ്ട് പ്രധാനം, നമ്മളുടെ ലളിതാ സഹസ്രനാമം ചൊല്ലിയപ്പോൾ പറഞ്ഞില്ലേ, സൂക്ഷ്മമായതും നീയേ. ഇതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ സൂത്ര രൂപത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ലളിതാ സഹസ്രനാമം. അതിൻ്റെ ആ കണ്ടന്റാണ് ഞാൻ പറഞ്ഞു ജനി നവരത്ന മഞ്ചരി. ഈ ശാക്തേയ പ്രസ്ഥാനത്രയത്തിലെ 3 ഗ്രന്ഥങ്ങളുടെ ഒന്നുകൂടി ഉറപ്പിച്ച് പറയാണ്, സൂത്ര രൂപത്തിൽ തന്നതാണ് ഭഗവാന്റെ ദേവീ സ്തുതികൾ. അതിലേറ്റവും പ്രധാനം ജനി നവരത്ന മഞ്ചരി. വേറെ ഒന്നും തേടി നിങ്ങൾ പോകണ്ട, അതെടുത്തു വെച്ച് പഠിച്ചു. ഓരോന്നും എത്രയെത്ര വ്യാഖ്യാനം ചെയ്ത് പഠിക്കാനുണ്ടെന്നറിയോ? എത്രയോ ഉപനിഷത്തുക്കളുടെ സാരമാണെന്നറിയോ ഭഗവാൻ നമുക്ക് തന്നത്? നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ ഗുരുവിനെ? ഇതൊക്കെ തന്നിട്ട് നമ്മൾ എന്തെടുത്ത് വെക്കും പ്രാർത്ഥിക്കാൻ നേരത്ത്? കൊടുത്തു ഒരു കാവ്യമായിട്ട് മാറ്റിവെച്ച് പോവുക. ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഗുരു ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ ഇനി അതൊക്കെ എടുത്ത് വെച്ച് പതുക്കെ പഠിച്ചു തുടങ്ങുക. അതിനുള്ള ഒരു ഫൗണ്ടേഷൻ സ്റ്റോണാണ് ഇത്തരത്തിലുള്ള സത്സംഗങ്ങൾ ഓരോന്നും. ഇപ്പോൾ പ്രധാനം പറഞ്ഞത് എന്താ നമുക്കറിയാം, ഒരു വലിയ ആൽമരം ഇരുന്നത് ഒരു അണു പോലെയുള്ള ഒരു വിത്തിന്റെ അകത്തല്ലേ. ആ ഒരു വലിയ ആൽമരത്തിന്റെ സകല സാധ്യതകളും ആ കുഞ്ഞ് ആൽത്തരിയിൽ വിത്തിന്റെ തരിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഈ നമ്മൾ ഉൾപ്പെടെയുള്ള സമസ്ത പ്രപഞ്ചത്തെയും ഒരു കുഞ്ഞ് അണുവിൽ സൂക്ഷ്മ രൂപത്തിൽ അടക്കി വെച്ചതിനെയാണ് പ്രധാനം എന്ന് പറയുക. നമ്മളിവിടെ ചൊല്ലിയില്ലേ, സൂക്ഷ്മമായത് നീയെ എന്ന് പറഞ്ഞാൽ അത് തന്നെയാ അല്ലേ. ഇനി അടുത്തത് വരുന്നു പ്രകൃതി. 10,000 പേരുണ്ടെങ്കിൽ 10,000 പ്രകൃതിയായിരിക്കും. പക്ഷികൾക്കൊരു പ്രകൃതി, മാനിനൊരു പ്രകൃതി, പാമ്പിനൊരു പ്രകൃതി, പർവ്വതത്തിനൊരു പ്രകൃതി അല്ലേ. അപ്പോൾ അതായത് ഒന്നായ സത്വരജസ് തമോ ഗുണങ്ങൾ സൃഷ്ടി വന്നപ്പോൾ 3ആയതിനെയാണ് പ്രകൃതി എന്ന് പറയുക. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ സ്വഭാവം വേർപെട്ടത്. ചിലർ നല്ല സത്വഗുണശാലികളായിരിക്കും, ഈശ്വരോന്മുഖമായി സഞ്ചരിക്കുന്നവരായിരിക്കും. ചിലർ നല്ല കർമ്മശാലികളായിരിക്കും, രജോ ഗുണരായിരിക്കും. ചിലരിതൊന്നുമില്ലാതെ നിദ്രയും ആലസ്യവും ഒക്കെ ആയിട്ട് തമോ ഗുണികളായിരിക്കും അല്ലെ. ഇത് ഈ പ്രകൃതി ദേവീ ചൈതന്യം പ്രകൃതി ആയപ്പോൾ 3ആയപ്പോഴാണ് വ്യത്യസ്തങ്ങളായത്. അത് ഗുരു ജനി നവരത്ന മഞ്ചരിയിൽ പറഞ്ഞു തന്നു. എങ്ങനെയാ? മീനായതും ഭവതി, വെറുതെ ഒന്ന് ചൊല്ലി നോക്കിക്കേ. മീനായതും ഭവതി മാനായതും ജനനി, നീനാഗവും നഗഗം താനായതും ധരനതീ നാരിയും നരനും, ആ നാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി ഹേ നാഥരൂപിണി അഹോ നാടകം നിഖിലം. എന്താ ഭഗവാൻ പറഞ്ഞു നോക്കിയേ? മീന് അല്ല, വെള്ളത്തിലൂടെ പോകുന്ന മീനിന്റെ പ്രകൃതിയിൽ ഇരിക്കുന്ന ചൈതന്യം ദേവിയാണ്. ഇനി കാട്ടിലൂടെ ഓടുന്ന മാനായത്, എഴഞ്ഞു സഞ്ചരിക്കുന്ന പാമ്പായത്, പറക്കുന്ന പക്ഷിയായത്, അനങ്ങാതിരിക്കുന്ന പർവ്വതമായത്, ഇതിനെ എല്ലാത്തിനെയും താങ്ങുന്ന ധരയായത്, ഭൂമിയായത്, നരനായത്, നാരിയായത്, സ്വർഗവും നരകവും ഉണ്ടെങ്കിൽ അതൊക്കെ ആയത്, എല്ലാത്തിനെയും കാണുന്ന ഞാനായതും ഭവതി ഹേ നാഥരൂപിണി, എല്ലാതുമായിരിക്കുന്ന നീയാ. അതായത് നമ്മളുടെയൊക്കെ രൂപങ്ങൾ പലതാ. ഈ രൂപത്തിന്റെ എല്ലാം ഉള്ളിലിരുന്ന് ആടുന്ന ആട്ടക്കാരി അല്ലെങ്കിൽ ആട്ടക്കാരൻ ഒന്ന, വേഷങ്ങൾ പലത്, ആടുന്നയാൾ ഒന്ന്. അതാണ് നമ്മുടെ ചൈതന്യം. ഇപ്പൊ ചൈതന്യം ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ
പ്രഭാഷണം കേൾക്കാൻ വരാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പല പ്രകൃതിക്കാരായി ഇരിക്കുന്നത് അത് നമ്മുടെ കർമ്മവാസനയ്ക്ക് അനുസരിച്ചുള്ള പ്രകൃതിയിൽ നമ്മൾ വന്നു. നമ്മൾ പാമ്പായും പക്ഷിയായൊന്നും ജനിച്ചില്ലല്ലോ. ഏതോ ജന്മത്തിൽ ചെയ്ത സുഹൃതം കൊണ്ട് നമ്മൾ മനുഷ്യരായി തന്നെ ജനിച്ചു. ശ്രീനാരായണ ധർമ്മത്തിൽ പറയുന്നുണ്ടല്ലോ, ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യ ജന്മത്തെ കുറിച്ച് ഗുരു പറയുന്നുണ്ട് അല്ലേ? അപ്പോ അതിലിരുന്നു കൊണ്ട് കർണപുടങ്ങളിലേക്ക് ഇതൊക്കെ ഒന്ന് കേട്ടാൽ വിത്തായി അവിടെ കിടക്കട്ടെ, അത് വീണ്ടും വിളഞ്ഞുകൊള്ളും. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും വിളഞ്ഞുകൊള്ളും. അല്ലെങ്കിൽ നമുക്ക് ഈ പെരുത്ത നൂറ്റാണ്ടിടയ്ക്ക് കിട്ടിയ ഈ മഹാഗുരുവിനെ നമ്മൾ അറിയാതെ പോയാൽ ഇതിൽ പരം ഒരു ഗുരുത്വദോഷം നമുക്ക് വേറെ എന്തെങ്കിലും വരാനുണ്ടോ? മനസ്സിലായില്ലെങ്കിലും ഇവിടെ നിന്നിരുത് കേട്ടോളൂ, അതിൻ്റെ സംസ്കാരം നമ്മുടെ ഉള്ളിലേക്ക് വന്നോളൂ, ഒരു സംശയമില്ല അവിടെ. അപ്പോൾ പലരുടെയും പല പ്രകൃതമായി ഇരിക്കുന്നത് ദേവി തന്നെയാണ്. നമ്മൾ പറയാറില്ലേ, ചില സമയത്ത് നമുക്ക് ഏതെങ്കിലും ദുഷ്ട സ്വഭാവമുള്ള മനുഷ്യർക്കാണെങ്കിൽ ആ ദുഷ്ടത മാറ്റാൻ പറ്റില്ല, അവരുടെ പ്രകൃതിയാണ്. മോഷ്ടിക്കുന്ന സ്വഭാവമുള്ള ഒരുവനാണെങ്കിൽ അവൻ അറിയാതെ മോഷ്ടിക്കാനുള്ള ടെൻഡൻസി അവനിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആ ഒരു പ്രകൃതിയാണ്. അതാണ് ദുര്യോധന മഹാരാജാവ് പറയുന്ന മഹാഭാരതത്തിൽ അല്ലേ, ജാനാമി ധർമ്മം നച്ചമേ പ്രവൃത്തി അല്ലേ. എനിക്ക് ധർമ്മം എന്തെന്നറിയാം, പക്ഷെ അത് പ്രവർത്തിക്കാൻ പറ്റണില്ല. ജാനാമി അധർമ്മം നച്ചമേ നിവൃത്തി, ഞാൻ ചെയ്യുന്നത് അധർമ്മമാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് അതിൽ നിന്ന് തെറ്റിൽ നിന്ന് പിന്മാറാൻ പറ്റണില്ല. കാരണം കേനാവി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി. ഹൃദയത്തിലിരുന്നു കൊണ്ട് ഏതോ ചൈതന്യം എന്നോട് എങ്ങനെ നിർദ്ദേശിക്കുന്നു, ഞാനത് ചെയ്യുന്നു. അതുകൊണ്ടല്ലേ സത്സംഗത്തിൽ വന്നേ, അതുകൊണ്ടല്ലേ നിങ്ങൾ ഗുരു പ്രഭാഷണത്തിന് വന്നത്, അതുകൊണ്ടല്ലേ ഇത്രയും സമയം ലളിതാ നാമം ചൊല്ലി നമ്മൾ അർപ്പിച്ചത് ഭഗവാന് അല്ലേ. അത് നമ്മളിൽ ഇരുന്നു കൊണ്ട് പറയുന്ന ആ ഒരു ശക്തി തന്നെയാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇത് തന്നെയാണ് ദേവി പറയുന്നത്. ധുനിചൂടുമയ്യ ഗുരു ദേവീസ്തവത്തിൽ പറഞ്ഞു തരുന്നു കേട്ടോ. ധുനിചൂടുമയ്യനു തുണയ്ക്കു തോന്നുന്ന നീ മുനിമൗലി തന്നിലെഴുന്നള്ളി മൂടുന്നതും പനിയുണ്ടിടും കൃമി തുടങ്ങി മറ്റൊക്കെ നിന്നിനമെന്നതും നിലയിൽ ഊതി നിന്നിടു നീ. ഇങ്ങനെ ഏതെങ്കിലും ഋഷീശ്വരൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഗുരുവിനൊരു സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനും യുക്തിവാദിയൊക്കെ ആയിട്ട് മാറ്റിവെക്കുമ്പോൾ ആത്മീയതയുടെ സൂക്ഷ്മരൂപങ്ങളിലേക്ക് ഇറങ്ങി വന്ന് വേദോപനിഷത്തുക്കളിലെ സാരവത്തായ തത്വത്തെ എടുത്ത് മനുഷ്യ മനസ്സിലേക്ക് വച്ചു തന്ന ഗുരുവിനെ നമ്മൾ കൊണ്ട് പാടുന്നത് ആ ശബ്ദം നിന്റെ തന്നെയല്ലേ? ആ അനാഹത ധ്വനി നാദം, മുനിയുടെ ഹൃദയത്തിൽ ഉയരുന്ന ആ നാദം നീ തന്നെയല്ലേ? എന്നിട്ട് പറയാണ്, തണുപ്പിൽ കഴിയുന്ന കൃമി തുടങ്ങി സമസ്തവും നിന്നിനമാണ്, നീ തന്നെ രൂപം പകർന്നിരിക്കുന്നതാണ്. ഒരു പറഞ്ഞതൊക്കെ ഒന്നല്ലേ, പല കൃതികളിലൂടെ പല വാക്കുകളിലൂടെ പറഞ്ഞു തന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഗുരു ഈ ലോകത്തെ ഒന്നായി ചേർത്ത് പിടിച്ചത്. ജാതിമത ഭേദവർഗ ചിന്തകളില്ലാതെ അനുകമ്പ സ്വരൂപനായ ഗുരു ഒരു കുഞ്ഞുറുമ്പിലും ബ്രഹ്മാവിലും സമസ്ത ചരാചരങ്ങളിലും ഗുരു ദൈവികതയെ അനുഭവിച്ച് അറിഞ്ഞ ഗുരു, ഋഷീശ്വരനായ ഗുരു എല്ലാത്തിനെയും ചേർത്ത് വെച്ചതും ഒരു കുഞ്ഞുറുമ്പിന് പോലും ഒരു പീഡയും വരുത്തരുത് എന്ന് പറഞ്ഞതും കല്ലിനകത്ത് കുടിവാഴും ഒരല്പജന്തു ഒന്നല്ല നിന്റെ കൃപയെന്നറിയിച്ചിടുന്നു എന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ പരമാനന്ദത്തെ ഗുരു അനുഭവിച്ചത് കൊണ്ടാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു, പ്രകൃതി ഗുണങ്ങളാണ് നമ്മുടെ സ്വഭാവത്തെ വ്യത്യസ്തരാക്കിയിരിക്കുന്നത്. ഇപ്പം ഇവിടെ രാജീവ്ജിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, കുടുംബസമേത വന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു ഗുരുഭക്തനെ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. നമ്മളൊക്കെ ഓണമൊക്കെ ആഘോഷിക്കുമ്പോൾ വീട്ടിൽ കുടുംബത്തോടൊത്ത് ഇലയിട്ട് ആഹാരം കഴിക്കുമ്പോൾ പലപ്പോഴും ഷീബാച്ചി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറില്ല, നേരെ ഗുരുവിൻ്റെ സന്നിധിയിലായിരിക്കും. അവിടെ പ്രദക്ഷിണം വെച്ച് ഭക്ത മനസ്സായിട്ട് ആ ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇരിക്കുന്നു. ഇവരൊക്കെ നയിക്കുന്ന ഇവിടം ശരിക്കും കാരുണ്യം കിട്ടിയവരാണ്, നിങ്ങളെന്ന് ഓർക്കും. ഏത് വിശേഷ ദിവസം വരുമ്പോഴും എത്തും ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക്.
അല്ലേ? ശരിക്കും കാണുന്നത് തന്നെ ശരിക്കും ഒരു പുണ്യം തന്നെയാണെന്ന് തോന്നുന്നു അവരെയൊക്കെ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത്, ഓരോ മനുഷ്യൻ്റെയും പ്രകൃതിയാണ് ഓരോരുത്തരുടെ സ്വഭാവത്തെ വ്യത്യസ്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ നമ്മൾ അമ്മയെ സ്തുതിച്ചില്ലേ, ശാന്തി നമുക്ക് പറഞ്ഞു തന്നില്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അംശമായിരുന്നു നമ്മുടെ പ്രാർത്ഥനയിലെ അത്. നമുക്കറിയാം, ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധം ഏതെന്ന് ചോദിച്ചാൽ മാതൃപുത്ര ബന്ധമാണ്, അല്ലേ? അത് അവിടെ പോലും ഇന്ന് കളങ്കിതരാണത്. കാരണം ജനിച്ചു വീണ കുഞ്ഞിനെ ഉടനെ തന്നെ ബക്കറ്റിലിട്ട് മുക്കി കൊല്ലുക, തലയിലടിച്ച് കൊല്ലുക, കാലിൽ പിടിച്ച് പാറപ്പുറത്തടിച്ച് കൊല്ലുക, കഷ്ണിച്ച് ബാഗിലിട്ട് കൊണ്ട് കളയാനൊരുങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള അമ്മമാർ നമ്മൾ ഈ ലോകത്ത് കാണുന്നില്ലേ? ഇതൊക്കെ ഈ പ്രകൃതം തന്നെയല്ലേ? ആലോചിച്ച് നോക്കൂ. സ്ത്രീധനത്തിൻ്റെ പേരിൽ എത്ര കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊന്ന വാർത്ത, കെട്ടിയിട്ട് കൊന്നത്, അല്ലെ? പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നത്, സ്വയം ആത്മഹത്യ ചെയ്യുന്നത്, എത്രയെത്ര ഈ ലോക ജീവിതം നമുക്ക് ഏറെ ദുസ്സഹമായിരിക്കുന്നു. അത് തന്നെയാണ് ഗുരു ദർശനമാലയിൽ പറയുകയാണ്, ഭയങ്കരമിതം ശൂന്യം വേതാള നഗരം. ഒരു പക്ഷേ ഈ നൂറ്റാണ്ടിനെ കണ്ടിട്ടായിരിക്കും ഗുരു പറഞ്ഞത്, ഇത് ഭയങ്കരവും ശൂന്യവുമായ വേതാള നഗരം, പ്രേത നഗരം പോലെയായി ആകുന്നു ഈ ലോകമെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? യഥാ ആത്മവിദ്യ സങ്കോചന തഥാ അവിദ്യ ഭയങ്കരം നാമരൂപാത്മന അത്യർത്ഥം വിഭാതീക പിശാചവത്. എപ്പോഴാണോ ആത്മവിദ്യയ്ക്ക് സങ്കോചമുണ്ടാകുന്നത്, എപ്പോഴാണോ നമ്മുടെ കണ്ണ് അകമ്പൊരുളിനെ ദർശിക്കാൻ പര്യാപ്തമല്ലാതാകുന്നത്, പുറം കാഴ്ചകൾ കണ്ട് നമ്മൾ ജീവിച്ച് കടന്നു പോകുന്നത്, അപ്പോൾ ഈ ബാഹ്യലോകം നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തും. ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ആത്മവിദ്യയ്ക്ക് സങ്കോചമുണ്ടാകുമ്പോൾ ഈ പ്രപഞ്ചം നമ്മളെ പിശാചനകരം എന്നതുപോലെ നമ്മെ ഭയപ്പെടുത്തുമെന്ന്. അതുകൊണ്ട് വിഗ്രഹത്തെ പ്രാർത്ഥിക്കാൻ ധാരാളം വിഗ്രഹങ്ങൾ ഗുരു നമുക്ക് തന്നു, ധാരാളം പ്രതിഷ്ഠകൾ തന്നു, സ്തോത്രകൃതികൾ തന്നു, എല്ലാം തന്നു. ഇതെല്ലാതും എന്തിനാണ്? ഓടി നടക്കാനല്ല കേട്ടോ. നമ്മുടെ പ്രദേശത്തൊരു ഗുരു ചൈതന്യം ഉണ്ടല്ലോ, നമ്മളുടെ സമ്പത്ത് കൊണ്ടൊന്ന് എവിടെ കൊടുക്കുക? ആ സമ്പത്ത് ഈ ദേശത്തിൻ്റെ, നമ്മുടെ കുഞ്ഞുമക്കളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിൻ്റെ പുരോഗതിക്കോ ഒക്കെയായിട്ട് ഉപയോഗിക്കണം. അതാണ് ഗുരു പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഒരു വിഗ്രഹത്തോട് ചോദിച്ച് വാങ്ങുന്നതല്ല നമ്മുടെ ഭൗതിക സുഖഭോഗങ്ങളെന്ന് നാം അറിയേണ്ടതല്ലേ? അതാണ് പറഞ്ഞത്, അറിഞ്ഞ് ജ്ഞാനത്തോടു കൂടിയുള്ള ഭക്തി മാത്രമേ ഫലവത്താവുകയുള്ളൂ. ഈശ്വരനെ അറിഞ്ഞ് ഭക്തി ചെയ്യുക. ഈശ്വരൻ ഇരിക്കുന്നത് നിന്നിനുള്ളിലാണെന്ന് അറിയാതെ എത്രയോ കാലങ്ങളായി നമ്മൾ അലയുന്നു. എന്തെങ്കിലും നമ്മുടെ ദുഃഖത്തിനൊരു ശാന്തി സമനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് ഏകാശ്രയമായിരിക്കുന്ന ദേവിയോട് തന്നെ ചോദിക്കാം നമുക്ക്. അതായത് നമുക്കറിയാം, ഒരു മനുഷ്യജന്മം മുഴുവനും നമ്മൾ സ്വത്ത് സമ്പാദിക്കാനായിട്ട് ഓടി നടക്കും, അല്ലേ? അതിനുശേഷം ആ സമ്പാദിച്ച സ്വത്ത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ രോഗത്തെ ചികിത്സിക്കാൻ എടുക്കും. ഇനി നമ്മൾക്ക് ഏത് സമയവും കെട്ടുപോകാവുന്ന, നിന്നു പോകാവുന്ന ഒരു ശരീരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു കാറ്റ് നിറച്ച സഞ്ചി എപ്പോഴാണ് പൊട്ടിപ്പോണെന്ന് അറിയില്ല. പുറത്തേക്ക് വിടുന്ന ആ പ്രാണവായു അകത്തേക്ക് എടുക്കുവാൻ പറ്റുമോ എന്നുള്ളതിന് എന്നാ വിശ്വാസമാണ്, ഒന്നുമില്ല. പിന്നെ നമ്മൾ എന്തിനാ ഓടി നടക്കുന്നത്? അറിഞ്ഞുകൊണ്ട് ഓടി നടന്നോളൂ. ഇതിൻ്റെയൊക്കെ നശ്വരതയെയും ക്ഷണികതയെയും ഒക്കെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. അപ്പം നമ്മളെ ലോകം ഭയപ്പെടുത്തില്ല. ഇല്ലെങ്കിൽ നമ്മളെ മരണം ഭയപ്പെടുത്തും, രോഗം ഭയപ്പെടുത്തും, ദുഃഖങ്ങൾ നമ്മെ ഭയപ്പെടുത്തും. അതുകൊണ്ട് ഗുരു ഈ അറിവില്ലായ്മയെ മാറ്റാൻ, ഇരുട്ടിനെ മാറ്റാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. എങ്ങനെയെന്നറിയോ? ജന്മി നവരത്ന മഞ്ചരിയിലൂടെ. വേരായ നിൻ കഴലിൽ ആരാധനം തരണം, ആരാലിതിന്നൊരു വരം നേരായി വന്നിടുക, വേറാരുമില്ല ഗതി, ഹേ രാജയോഗ ജനനീ.
എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. ഈ പ്രപഞ്ചത്തിന് വേരായിരിക്കുന്ന, ആശ്രയമായിരിക്കുന്ന ദേവി, നിന്റെ പാദപത്മങ്ങളിൽ മാത്രമാണ് എനിക്ക് ആശ്രയം. നേരായി വന്നിടുക, എനിക്ക് എൻ്റെ ബുദ്ധിയെ തെളിയിച്ചു തരൂ. എൻ്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകൂ. വേറാരുമില്ല ഗതി. ഹേ രാജയോഗ ജനനി, അല്ലയോ അമ്മേ, രാജയോഗത്തിന്റെ ജനനിയെ ഗുരു നമുക്ക് തന്നത് നമ്മൾ അറിഞ്ഞോ? അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ശാരദയെ ചെന്ന് തൊഴുതിട്ട് പോരും. അവിടെ ചെന്ന് ചോദിക്കണം. എന്ത് ചോദിക്കണം? അമ്മേ, എനിക്ക് രാജയോഗം താ. മക്കളുടെ കാര്യവും മരുമക്കളുടെ കാര്യവും വീടിന്റെ കാര്യവും ആരോഗ്യത്തിന്റെ കാര്യവും ഒക്കെ ദേവിയുടെ കയ്യിലുണ്ട്. ദേവിയുടെ പരിഗണനയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതൊന്നും ചോദിക്കണ്ട, ഇത് ചോദിക്കൂ. അമ്മേ, എനിക്ക് രാജയോഗം താ. എന്താ രാജയോഗം? ആത്മവിദ്യ തരും. ആത്മവിദ്യയുടെ അമ്മയെയാണ് അവർ നമുക്ക് തന്നത്. അവിടെ ശിവഗിരിയിലെ ശാരദയെ നമ്മൾ അറിഞ്ഞാണോ ആരാധന ചെയ്യുന്നത് എന്നറിയില്ല. നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത് ദൈവത്തിലാണോ? അല്ലല്ലോ. ആരിലൊക്കെ ആശ്രയം വെച്ചിരിക്കുന്നത്? ഒന്നാമത് നമ്മുടെ ബാങ്ക് ബാലൻസ്, രണ്ടാമത് നമ്മുടെ മക്കള്, ഭർത്താവ്, സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുവകകളിൽ ഒക്കെയാണ് നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത്. ഇതിനപ്പുറം ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതാണ് നമ്മുടെ ആശ്രയം. പക്ഷെ ഗുരുവിടെ പഠിപ്പിക്കുക, അതിനൊന്നിനും നിങ്ങൾ സഹായിക്കാൻ പറ്റില്ല. നേരായി വന്നിടുക, വേറാരുമില്ല ഗതി. എല്ലാവരും കൈവിട്ടാലും നമ്മളെ കൈവിടില്ല. നമ്മൾ എവിടെ നിന്ന് വന്നോ ആ ചൈതന്യം. ബാക്കിയൊക്കെ നമ്മുടെ കുടുംബമൊക്കെ പല സമയങ്ങളിൽ നമ്മളോട് കൂടിയവരല്ലേ. മക്കളും ഭാര്യയും ബന്ധുമിത്രാദികളും പല സമയത്ത് നമ്മളോട് കൂടിയവരാ. അവർ പല സമയങ്ങളിൽ പിരിഞ്ഞു പോവുകയും ചെയ്യും. പക്ഷേ നിന്നെ ഉപേക്ഷിക്കാത്ത ഒരേ ഒരു ചൈതന്യം നിന്നിലിരിക്കുന്നുണ്ട്. ആ ചൈതന്യത്തെ നീ അറിയും. അത് ചോദിക്കൂ. തെളിയിച്ചതാ ദേവി. അപ്പോഴുണ്ടല്ലോ ഈ തെളിച്ചം വരുമ്പോണ്ടല്ലോ കുടുംബത്തിലെ ദുഃഖങ്ങൾ ഇല്ലാണ്ടാവും. നിങ്ങൾ എന്തെല്ലാം മനസ്സിൽ വെച്ച് താലോലിക്കുന്ന ദുഃഖങ്ങളുണ്ടോ അതൊക്കെ അവിടെ സമീപിച്ചു തരും. ചോദിക്കേണ്ടത് ചോദിക്കുമ്പോൾ. ഇത് ചോദിച്ചാൽ ഇത് തന്നു വിടും. പിന്നെ അടുത്ത 10 ആവശ്യമായിട്ടാണ് പിന്നെ പോകുന്നത്. ഒന്ന് ചോദിച്ചാൽ പിന്നെ ഒന്നും ചോദിക്കേണ്ട. ലബ്ധ്വാ പുമാൻ തൃപ്തോ ഭവതി അമൃതോ ഭവതി മുക്തോ ഭവതി. അത് ചോദിക്കൂ. യാതൊന്നിനെ കിട്ടിയാലാണോ മനുഷ്യൻ പൂർണ്ണ തൃപ്തനാകുന്നത്, മുക്തനാകുന്നത്, അമൃതത്വം പ്രാപിക്കുന്നത്? അതിനെ ചോദിക്കൂ. അത് ചോദിക്കാനാണ് ഗുരു നമ്മളെ പഠിപ്പിച്ച്. അല്ലാതെ ചെന്നിട്ട് ഭൗതിക സുഖഭോഗങ്ങളല്ല ചോദിക്കേണ്ടത്, അറിവാണ് ചോദിക്കേണ്ടത്. അതാണ് ഗുരു നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പിണ്ടനന്ദിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും അല്ലേ, ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ, എന്തൊന്നു കൊണ്ടിതു വളർന്നതഹോ വിചിത്രം, എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല അതിനു നീയരുളിയിടു ശംഭോ. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു കുഞ്ഞണുവായിട്ട് നമ്മൾ കിടന്നില്ലേ? ബീജവും അണ്ടവും ചേർന്ന് ഒരു കുഞ്ഞണുവായിട്ട് നമ്മൾ കിടന്ന സമയത്ത് ബന്ധുക്കൾ ഉണ്ടായിരുന്നു. അവിടെ ബലം ഉണ്ടായിരുന്നോ? തിരിഞ്ഞു കിടക്കാൻ പോലും. ധനം ഉണ്ടായിരുന്നോ? ഇനി എങ്ങനെ വളർന്നു? ഗുരു ചോദിക്കുക, എങ്ങനെ വളർന്നു? അമ്മയ്ക്കും അച്ഛനൊന്നും അറിയില്ല എങ്ങനെ കിടന്നിരുന്നേന്നു. അവർക്ക് ആഹാരം തരാനും പറ്റില്ല. അമ്മ കഴിക്കുന്ന ആഹാരം ആ കുഞ്ഞിലൂടെ കോശങ്ങളായിട്ട് കിട്ടിയിരുന്നു. പക്ഷെ ആ കോശങ്ങളായി കൊടുത്തിരുന്നത് ആരാ? കൃത്യസമയത്ത് കണ്ണും കയ്യും കാലും മൂക്കും ഒക്കെ വെച്ച് ചൈതന്യവത്താക്കിയ മാറ്റിയിടുന്നത് കൊണ്ടല്ലേ നമ്മൾ പിന്നോട് ഇങ്ങനെ ഇരിക്കുന്നത്? അതാരാ പോറ്റി വളർത്തിയേ? ജഗദീശ്വരനല്ലേ? ആ ജഗദീശ്വരൻ ഇനിയും നമ്മുടെ ജീവിതാവസാനം വരെ നമ്മളെ കാത്തു സംരക്ഷിക്കും എന്നുള്ളത് കൊണ്ട് സംശയമൊന്നും വേണ്ട. പക്ഷെ നമുക്കിവിടെ ചോദിക്കേണ്ടത് രാജയോഗമാണ്. അത് തരാൻ ദേവിക്കല്ലാതെ ജഗദീശ്വരനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതാണ് ചോദിക്കേണ്ടത് ക്ഷേത്രത്തിൽ പോയിട്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, ഗുരു എന്ന ഋഷീശ്വരനെ പറഞ്ഞു, കവീശ്വരനെ പറഞ്ഞു. കുമാരനാശാന്റെ 100ാം സ്മൃതി ദിനമൊക്കെ നമ്മൾ ആചരിച്ചു. 150ാം ജന്മവാർഷികമൊക്കെ ആഘോഷിച്ചു.
അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഗുരുവിനെ കുമാരനാശാനെ പോലെ ഒരു കവിയായിട്ടാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്. പലപ്പോഴും ഗുരു എന്ന കവിയെ പലരും പറയാറുണ്ട്. ഗുരു കവിയല്ല കേട്ടോ, ഗുരു ഋഷിയാണ്, ഒരു മുനിയാണ്, ഋഷിയാണ്. ഒരു മുനിക്ക് മാത്രമേ, ഒരു ഋഷിക്ക് മാത്രമേ യഥാർത്ഥ കവിയാകാനാവൂ. നമ്മളിപ്പോ കാണുന്ന മലയാളത്തിലെ കഥാകാരന്മാരും കവികളെയൊന്നും കവി എന്ന് വിളിക്കാൻ പറ്റില്ല. യഥാർത്ഥ കവി ഒരു മുനിയാണ്, ഒരു ഋഷിയാണ്. അങ്ങനെയെങ്കിൽ ലോകം കണ്ട ഋഷീശ്വരനാണ്, മുനീശ്വരനാണ്, കവീശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവൻ. നാം ഋഷി കവി എന്നാ പറയാ. ഋഷിയല്ലാത്തവന് കവിയാകാനാവില്ല. അതായത് ഒരു മുനി അവിടുന്ന് അനുഭവിച്ച ആത്മതപസ്, ആത്മീയമായ അനുഭൂതി, അതിൻ്റെ വാങ്മയ ചിത്രമാണ് അവിടുത്തെ കൃതികൾ. ഗുരു അനുഭവിച്ച തപസ് ഒരു ഭാഷയിലൂടെ ആവിഷ്കരിച്ചപ്പോൾ 64ഓളം കൃതികളായി. അത് കൊണ്ടുവന്ന് ഗുരു മനസ്സിന് സന്തോഷത്തിന് വേണ്ടി പിന്നെ കാവ്യരചന നടത്തിയതല്ല കേട്ടോ. കാവ്യരചന നടത്തി സന്തോഷിച്ചതല്ല. താരാജാലകങ്ങളെ വർണ്ണിച്ചു, താരുണ്യ പ്രസരിപ്പിനെയൊക്കെ വർണ്ണിച്ചിരുന്ന ആശാന്റെ കാഴ്ച വീണ് കിടക്കുന്ന ഒരു പൂവിനെ കണ്ടപ്പോൾ എപ്രകാരമാണോ മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമസ്യയായ ജനന മരണങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന, അതിന് കാരണം തിരയുന്ന കവിയാക്കി മാറ്റിയ ഉൾക്കാഴ്ച കൊടുത്തതാരാ? ഗുരുവിന്റെ ആ തൃക്കണ്ണിനത്തെ കടാക്ഷം അത് തന്നെയാണ്. ഗുരുവിന്റെ സ്പർശിച്ചുള്ളറിഞ്ഞ ശിഷ്യനാണ് കുമാരനാശാൻ. പുറം കാഴ്ചകൾ കണ്ട ആശാന്റെ മനസ്സിനെ ആ അകംപൊരുളിലേക്ക് നയിച്ചതാരാണ്? ഗുരുവാണ്. അപ്പോഴാണ് അവിടെ നിന്ന് ഉയർന്ന ആ കൃതികളെല്ലാം തൊട്ടതെല്ലാം പൊന്നായി മാറിയത് ആശാൻ, അല്ലേ? ആശാന്റെ എന്താ പറയുക, ആശാൻ ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചു കാലം കൂടിയൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഗുരുവിൻ്റെ ആ ജീവിത കഥ ഒരു കാവ്യമായി എഴുതിയേനെ എന്ന് വായിച്ചിട്ടുണ്ട്, അല്ലേ? അതിനു മുമ്പ് തന്നെ ആശാൻ പോയി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ഗുരുവെന്ന ഋഷീശ്വരനെയാണ്, കവീശ്വരനെയാണ്. നമുക്കറിയാം, ജനീനവരത്ന മഞ്ജരി എഴുതുന്നത് മത്തേവ വൃത്തത്തിലാണ്. അപൂർവം തഴക്കം വന്ന കാവ്യ മനസ്സുകൾക്ക് മാത്രം കരഗതമാകുന്നതാണ് മത്തേവ വൃത്തം. ഗുരു ഷാൺമാധുരസ്തവവും നവമഞ്ജരിയും ജനീനവരത്ന മഞ്ജരിയും മത്തേവ വൃത്തത്തിൽ എഴുതുന്നത് നമുക്കറിയാം. മലയാള ഭാഷയുടെ പുകൾപെറ്റ വ്യാകരണ ഗ്രന്ഥമാണല്ലോ. മലയാള ഭാഷയ്ക്ക് സമ്പൂർണമായ വ്യാകരണ ഗ്രന്ഥം എഴുതിയ AR രാജരാജവർമ്മ, അദ്ദേഹം എഴുതിയ കൃതിയാണ് വൃത്തമഞ്ജരി. 1904 വൃത്തമഞ്ജരി എഴുതുന്നത്. അന്ന് മത്തേവ്, ഞങ്ങളൊക്കെ അക്കാഡമിക് ലെവലിൽ പഠിച്ചിട്ടുള്ളതാണ്. അന്ന് മത്തേവം വൃത്തത്തിൽ ഒരു കൃതി കണ്ടെത്താനാകാത്തത് കൊണ്ട് സ്വയം 4 വരി രചിച്ചിട്ട് അത് ഉദാഹരണമാക്കി ചേർത്തു. ആരാ? AR രാജരാജവർമ്മ. പക്ഷെ ഓർക്കണം സഹോദരങ്ങളെ, 1884 മഹാഗുരു ഷാൺമാധുരസ്തവവും നവമഞ്ജരിയൊക്കെ എഴുതിയിരുന്നു. തമ്പുരാൻ കണ്ടില്ല. ഗുരുവെന്ന കവീശ്വരൻ, അതാ ഞാൻ പറഞ്ഞത്, ഗുരുവെന്ന കവീശ്വരനെ, ഋഷീശ്വരനെ ലോകം അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? നേരായ രീതിയിൽ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ദേവി മഹാത്മ്യത്തിലെ മാർക്കണ്ഡേയ പുരാണ അന്തർഗതമായ ദേവി മഹാത്മ്യം, അതിനകത്ത് ഇനി നമ്മളെക്കുറിച്ച് കുറച്ച് കാര്യം കേട്ടോ. നമ്മളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കാം. നമുക്ക് ദേവി തത്വത്തിലൂടെ തന്നെ പോകാം. മാർക്കണ്ഡേയ പുരാണത്തിലാണ് ദേവി മഹാത്മ്യം ഉള്ളടങ്ങുന്നത്. അതിനകത്ത് ഒരു രാജാവിൻ്റെയും ഒരു കച്ചവടക്കാരൻ്റെയും കഥയുണ്ട്. രാജാവ് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു. ലുബ്ധന്മാരായ മക്കളാലും ഭാര്യയാലും പിന്നെ ബന്ധുമിത്രാദികളാലെല്ലാം ഉപേക്ഷിതരായിട്ട് കാട്ടിലേക്ക് ഉപേക്ഷിതനായ രാജാവ് കാട്ടിലൂടെ നടക്കുക, ഒന്നുമില്ല. അപ്പോൾ അതേ അവസ്ഥയിലുള്ള ഒരു കച്ചവടക്കാരനെയും കണ്ടുമുട്ടി. പക്ഷെ രണ്ടുപേരുടെയും മനസ്സിരിക്കുന്നത് അവരവരുടെ സമ്പത്തിലും ഭാര്യമാരിലും മക്കളിലും ഒക്കെയാണ്. മനസ്സിനെ മാറ്റാൻ പറ്റണില്ല.
അപ്പോ എന്തുകൊണ്ടാണ് അവരൊക്കെ ഉപേക്ഷിച്ചിട്ടും മനസ്സ് അവിടെ നിന്ന് എടുക്കാൻ പറ്റാത്തത്? അപ്പോൾ ഒരു വനത്തിൽ കണ്ട താപസനെ കാണുക. താപസനോട് ചോദിക്കുക, ഭഗവാൻ തപോനിധേ ബന്ധുമിത്ര പുത്ര കളത്രാദി ബന്ധുമിത്രാദിജനം സർവവും അടക്കിക്കൊണ്ട് എന്നെയും ഉപേക്ഷിച്ചാൽ എന്നാലും അവർകളിൽ സ്നേഹവും മമത്വവും പിന്നെയും വളരുവാൻ എന്തുണ്ട് കാരണം മുനെ? മുനെ, എനിക്ക് മനസ്സെടുക്കാൻ പറ്റണില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നെങ്കിലും വീട് മനസ്സ് എവിടെയായിരിക്കും? നമ്മുടെ വീട്ടിലുള്ളവരുടെ അടുത്തായിരിക്കും അല്ലേ? എവിടെ ഇരിക്കുന്നു അവിടെ മനസ്സിനെ വെക്കാൻ പഠിക്ക്. ഉത്തരം താങ്ങുന്ന പല്ലുകളാകല്ലേ. അല്പസമയം ശാന്തതയോടെ ആ ഭഗവാന്റെ തിരുസന്നിധിയിൽ ഒന്ന് ഇരിക്കൂ. മനസ്സിനെ കലുഷിതമാക്കാതെ അടക്കൂ. എന്നിട്ട് പറയാ, എന്താണ് മുനെ എൻ്റെ മനസ്സിനെ എനിക്ക് അടക്കാൻ പറ്റാത്തത്? അപ്പൊ ചോദിക്കുക, മുനി പറയാ, സർവ ജന്തുക്കൾക്കും ഉണ്ടോർക്കുമ്പോൾ ജ്ഞാനം പുനരവണ്ണമുള്ളിൽ മാനുഷർക്കില്ല നൂനം. മുനി പറയാ, ഒരു പക്ഷി അതിന്റെ പ്രകൃതിയോട് ഇണങ്ങിയാ ജീവിക്കുന്നേ. അത് ആ പ്രകൃതിയിൽ എന്തു കൊടുക്കുന്നു അത് ഭക്ഷിച്ച് അന്നത്തേക്കുള്ള ആഹാരം അതിനെടുത്താൽ മതി. ശേഖരിച്ച് വെക്കണ്ട, കൂട്ടി വെക്കണ്ട. പ്രകൃതിയിലെ ചലനങ്ങൾക്കനുസരിച്ച് അത് ജീവിക്കുന്നു അല്ലെ? മുട്ടയിടുന്നു, മുട്ടയിട്ട് പട്ടിണി കിടന്ന് ചൂട് കൊടുക്കുന്നു, മുട്ട വിരിയുന്നു, കൊക്കിലെ കൊത്തി കൊണ്ടുവന്ന് ആ ചിറകുകൾക്ക് ശക്തി കിട്ടുന്നത് വരെ കൊക്കിലെ കൊത്തി കൊണ്ടുവന്ന ആഹാരം കൊത്തി കൊടുക്കുന്നുണ്ട് ചുണ്ടിലേക്ക്. ശേഷം ചിറകിന് ശക്തി വെച്ചാൽ ഒരു പക്ഷിയും എൻ്റെ കുഞ്ഞെന്നെ നോക്കൂ എന്ന് പറയാറില്ല. ഞാൻ നിന്നെ നോക്കിയില്ലേ, എന്നെ എന്താണ് നോക്കാത്തതെന്ന് ഒരു പക്ഷിയും ചോദിക്കില്ല, ഒരു മൃഗവും ചോദിക്കില്ല. മർത്യന്മാർ പുത്രന്മാരിൽ പ്രത്യുപകാരം ചിന്തിച്ച് എത്രയും മോഹിക്കുന്നോരജ്ഞാനം നിമിത്തമായി. ഇതല്ലേ നമ്മുടെ അവസ്ഥ? ഞാൻ വളർത്തിയില്ല, നീ തിരിച്ചതാ. പകരത്തിന് പകരം അല്ല, വളർത്തിവിടുക, നല്ല രീതിയിൽ വളർത്തിവിടുക. നോക്കൂ, സംശയമൊന്നും വേണ്ട. പിന്നെ ജീവിക്കാൻ ആവതുള്ളിടത്തോളം കാലം, ശരീരത്തിന് ആരോഗ്യമുള്ളപ്പോൾ, മനസ്സിന് ഉറപ്പുള്ളപ്പോൾ, അത് ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയുള്ളിടത്തോളം കാലം ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിക്കുക. ഒരു നമ്മോട് പറഞ്ഞില്ലേ, പൊരുളെന്നും ഉടമ്പൊടു മക്കൾ ഉയർത്തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം. കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. ഗുരുവിന്റെ കൃതികളെ ചൊല്ലിവിട്ടാൽ ദുഃഖം മാറില്ല കേട്ടോ. ഒരു ജന്മം മുഴുവനും മക്കൾക്ക് വേണ്ടി, പൊരുളിന് വേണ്ടി, ധനം സമ്പാദിക്കാനോടി, മക്കളെ നോക്കാനോടി ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിനെ ഒരു പരുവത്തിൽ എത്തുന്നത് വരെ അവന്റെ പുറകെ കൂടും നമ്മൾ അല്ലേ? കൂടിയേ പറ്റൂ. പിന്നെയോ അവനാവശ്യമുള്ളത് ഉയർത്തികള്, അവനാവശ്യമുള്ള സൗഭാഗ്യങ്ങളും ജീവിത സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം. പിന്നെ ഈ ശരീരത്തെ നോക്കണം അല്ലേ? ഇത് മാത്രമായി നീ ജീവിച്ചാൽ അനർത്ഥകരട്ടോ, നിനക്ക് അനർത്ഥമാണത്. ഇതൊക്കെ കരളിന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. മക്കളെ നോക്കണ്ട, ഭാര്യയെ നോക്കണ്ട എന്നൊന്നുമല്ല, അതിനും ഒരു പോഷനുണ്ട്. അതിനപ്പുറം നിനക്കും ഒരു ജന്മമുണ്ട്, ജീവിതമുണ്ട്. അതിന് നീ എപ്പോഴാ സമയം മാറ്റിവെക്കുക? എപ്പോഴാ സ്വസ്ഥമായിട്ട് നാമം ജപിക്കുക? എപ്പോഴാ ഒന്ന് അമ്പലത്തിൽ വന്നിരുന്ന് സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റുക? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി കേട്ടോ. അതിനൊരു ഏരിയ കണ്ടെത്തി നമുക്ക് സ്വസ്ഥമായി ഇരിക്കാൻ ഒരു ഇടം നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഗുരു ഈ ലോകത്തിന് മാതൃഭാവമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു വാക്യം ശിവപ്രസാദ പഞ്ചകത്തിലെയാണ് ഗുരു പറഞ്ഞു കേട്ടോ. ഗുരുവിന്റെ ഗുരുദേവ കൃതികളെല്ലാം ചൊല്ലുക, മറ്റ് ഗാനങ്ങളിലൂടെയൊക്കെ കടന്നു പോകാതെ ഗുരു രചിച്ചു തന്ന കൃതികള് ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്, ശാരദാദേവിയെ സങ്കല്പിച്ചുകൊണ്ട് ചൊല്ലിയാല് പതുക്കെ പതുക്കെ അത് ഭഗവാൻ നമുക്ക് തെളിച്ചു തരും, മറ മാറ്റിത്തരും. നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്ന വഴിയെല്ലാം തെളിഞ്ഞതായിരിക്കും. എവിടെ പോയിരുന്നാലും, ഏത് അകലങ്ങളിൽ പോയാലും അമ്മയെയും അച്ഛനെയും തേടിക്കൊണ്ട് ആ വിളി വരും. നമ്മളെയൊന്നും ഉപേക്ഷിച്ചൊന്നും പോവില്ല.
നമ്മൾ ഈശ്വരന്റെ കയ്യിൽ സുരക്ഷിതരായിരിക്കും. ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പോടെ മുന്നോട്ട് പോകേണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോ ഗുരു ഈ ലോകത്തിന് മാതൃരൂപമാണ്. മാതാവെ പോൽ മനസ്സിൽ കരുണ, ജനകനെ പോലവേ ക്ഷേമചിന്ത. ഒരച്ഛൻ ഒരു പുത്രന്റെ ക്ഷേമം എങ്ങനെ മനസ്സിൽ കരുതുന്നുവോ, എന്തെല്ലാം ഒരു പുത്രന് വേണ്ടത് അച്ഛൻ സങ്കല്പിച്ച് വെക്കില്ലേ? അവന് വീട് വേണം, അവന് ജീവിത സാഹചര്യങ്ങൾ വേണം, അത് പഠിച്ചവന് ആത്മീയത അവന് കൊടുക്കണം, അവന് കുടുംബം വേണം. ഇതൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് സങ്കല്പിക്കാറില്ലേ? അതുപോലെ ഗുരു നമ്മളെ കുറിച്ച് സങ്കല്പിച്ചിട്ടുണ്ട്. എല്ലാ ഗുരു നമുക്ക് തന്നില്ലേ? എല്ലാം നമ്മൾ തന്നില്ലേ? തെളിഞ്ഞ ബുദ്ധിയോടുകൂടി ഇങ്ങനെ ഇരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയില്ലേ ഗുരു? അത് പറഞ്ഞത് ജനകനെ പോലവേ ക്ഷേമചിന്ത, മാതാവെ പോൽ മനസ്സിൽ കരുണ. ഇതൊക്കെ ഗുരു അതായിരുന്നു ഗുരു. ആശാന്റെ വാക്കുകളാണിത്. ഗുരുപാദ ദശകത്തിൽ ആശാൻ പറയുന്നതാണിത്. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് ഗുരു. കോലദേശ സ്തവത്തിൽ എപ്പോഴും ഈ മാതാവിനെ കൂട്ടിച്ചേർത്ത് തന്നെ പിടിച്ചിട്ടുണ്ട് അല്ലേ? പറയില്ലേ? കോലദേശ സ്തവം അവസാനിക്കുമ്പോ ഗുരു പറയാ, മാലുണ്ട് അതുരൈപ്പാൻ കഴിവില്ല, ശിശുവിന്റെ പോലിങ്ങു നിരർത്ഥധ്വനി ആണെന്റെ പുലമ്പൽ. ശിശുവിന്റെ പോലിങ്ങു നിരർത്ഥധ്വനിയാണെന്റെ പുലമ്പൽ. ആലംബനമാമെങ്കിലും അംബാസമമിന്നെൻ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. അവിടെ പറയാ, ഭഗവാനെ മാലുണ്ട് കേട്ടോ, ദുഃഖമുണ്ട്. ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു കടൽ തന്നെ ഇരുമ്പുണ്ടാവും അല്ലെ? ദുഃഖക്കടലുകൾ ഉണ്ടാവും. നമ്മൾക്ക് പറയാൻ പറ്റുന്ന ദുഃഖം ഉണ്ടാവും, പറയാൻ പറ്റാത്ത ദുഃഖങ്ങൾ ഉണ്ടാവും. ഈ ജീവിതം തന്നെ ഒരു എന്താ പറയാ, സുഖവും ഒരിക്കലും ഇല്ല ദുഃഖമല്ലാതെ ഗുരു പറഞ്ഞു. അപ്പോ ആ മാല് ദുഃഖം എനിക്കുണ്ട്, പക്ഷെ അത് ഉരയ്പ്പാൻ കഴിവില്ല. ദൈവമേ, എനിക്കത് നേരായ രീതിയിൽ പറയാൻ പറ്റുന്നില്ല. ഏതുപോലെ? ശിശുവിൻ്റെ പോലെ. ഒരു മലക്കക്കിടപ്പ് കിടക്കുന്ന കുഞ്ഞുങ്ങളില്ലേ, തിരിഞ്ഞു പോലും കിടക്കാൻ പറ്റാത്ത കുഞ്ഞ്, എന്തെങ്കിലും വരുമ്പോഴേ കുഞ്ഞ് കരയും. എന്തിനും അത് സന്തോഷവും സങ്കടവും ഒക്കെ കരഞ്ഞുകൊണ്ടാണ് പ്രദർശിപ്പിക്കുന്നത്. അതുപോലെയാണ് ഞാനും. വാക്കുകൾ കൊണ്ട് ചൊല്ലാൻ എനിക്ക് പറ്റുന്നില്ല. വാക്കുകൾ ചൊല്ലാൻ പറ്റാത്ത ഒരു ശിശുവിൻ്റെ പോലെയാണ്. നിരർത്ഥമായ ധ്വനികളാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ ലോക ജീവിതത്തിൻ്റെ തീച്ചൂളയിൽ വെന്തുരുകുന്നു ഞാൻ. അതുകൊണ്ട് പറയാ, ശിശുവിൻ്റെ പോലിങ്ങു നിരർത്ഥധ്വനിയാണ് എൻ്റെ പുലമ്പൽ. അതുകൊണ്ട് ആലംബനമാമെങ്കിലും ഭഗവാനെ, ശിവഭഗവാനെ, നീ എനിക്ക് ആലംബനമാ, പക്ഷെ നീ ഒറ്റയ്ക്ക് വരില്ല കേട്ടോ. അംബാസമമിന്നെൻ, നീ അമ്മയോട് കൂടി വന്നിട്ട് എന്നെ ഒന്ന് രക്ഷിക്കൂ, എന്നെ ഒന്ന് രക്ഷിക്കൂ അല്ലേ? ഗുരു നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് സുബ്രഹ്മണ്യ കീർത്തനത്തിലൂടെയൊക്കെ. ഉൾത്തീ മാറ്റാൻ ഉപായത്തുനിവ് ഇനിയ മനക്കൺമണി നീ തരാഞ്ഞാൽ, ഉൾത്തീവ്രം പൊങ്ങി വിങ്ങും ദഹനശിഖയിൽ ഞാൻ വെന്തുപോട്ടെന്നുറച്ചു. പിച്ചും ഭ്രാന്തും പിടിച്ച് പിണി അറുതി വരാനായി വിതറ്റുന്നൊരീ പെപ്പട്ടിക്കൊണ്ടോ സുബോധം പിഴകളകിലവും നീ പുറത്താളുമല്ലോ. ഒരു ദൈവസങ്കല്പത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഗുരു ഭഗവാൻ എൻ്റെ ഉൾത്തി മാറ്റാനുള്ള ഉപായം എന്താ? എന്താ ഈ ഉൾത്തി? സത്യമറിയാതെ ജീവിക്കുന്നത് കൊണ്ടാണ് രാഗവും ദ്വേഷവും കാമവും ക്രോധവും എല്ലാം വന്ന് ഞാനെന്ന അഹന്ത വന്നിട്ട് നമ്മൾക്ക് ഉള്ളിൽ തീയാണ്. എല്ലാതും ഭഗവാന് സമർപ്പിച്ചാൽ അവിടെ തീയൊന്നുമില്ല, പക്ഷെ അതിനുള്ള കഴിവ് നമ്മൾക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ ഉൾത്തിയിൽ കിടന്ന് എരിയുകയാണ്. അതിന് ഉപായം നീ തരണം. എന്താ ഉപായം? കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയോ? കിട്ടേണ്ടത് കിട്ടണം കേട്ടോ. ഈശ്വരൻ എന്താണെന്ന് അറിയണം, ജ്ഞാനം തരണം, ശരിയായ ജ്ഞാനം തരണം. അതാണ് അറിവേ സ്വരൂപമായ ഗുരു നമ്മളോട് ജ്ഞാനം
മാത്രമേ നേടാൻ പറയുന്നുള്ളൂ അല്ലേ? അവിടെ പറയാണ്, നീ എനിക്ക് ഇനിയ കൺമണിയെ നീ തരാഞ്ഞാൽ, നീ എനിക്ക് ജ്ഞാനം തന്നില്ലെങ്കിൽ ഞാൻ എന്നിൽ നിന്ന് തന്നെ വരുന്ന ദുഃഖാഗ്നിയിൽ എനിക്ക് ശാരീരികമായി വിഷമം വരുമ്പോൾ, മാനസികമായി വിഷമം വരുമ്പോൾ, കുടുംബത്തിൽ നിന്ന് ദുഃഖം വരുമ്പോൾ, മക്കളിൽ നിന്ന് ദുഃഖം വരുമ്പോൾ ഒക്കെ ഭൂമിയിലിട്ടിരിക്കുന്ന പോലെ എരിയും അല്ലേ? അപ്പോ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ ഉൾത്തീവ്രം പൊങ്ങി വിങ്ങും ദഹനശിഖയിൽ ഞാൻ വെന്തുപോട്ടെന്നുറച്ചോ. ഞാൻ ഇതിൽ വെന്തുരുകി പോട്ടെ എന്ന് നീ കരുതിയോ? ഞാൻ ഈ ലോകത്ത് എൻ്റെ ഈ ശരീരം ഒന്ന് ജീവിച്ച് തീർക്കാൻ വേണ്ടി ഈ പിണി അറുതി വരാൻ, പിണി എന്താ? ശരീരം. അതിനു വേണ്ടി ഓടി നടക്കുകയാ, പിച്ചും ഭ്രാന്തും പിടിച്ചുകൊണ്ട്. സത്യം പറഞ്ഞ ഈ ലോകത്ത് നമ്മൾ സഞ്ചരിക്കുന്ന അതിന് തന്നെയാണ്. നമുക്കറിയില്ല എങ്ങോട്ടാ പോകണ്ടേ, എന്താ ചെയ്യേണ്ടത്. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എന്തിനൊക്കെയോ വേണ്ടിയിട്ടാണ്, അത് സത്യത്തിലേക്ക് എത്തിക്കാനുള്ളതുമല്ല. അതുകൊണ്ട് ഗുരു ഇങ്ങനെ പറയുക, പിച്ചും ഭ്രാന്തും പിടിച്ച് നടക്കുന്ന എനിക്ക് ഈ പിണി അറുതി വരാനായി ഈ ശരീരത്തെ ഒന്ന് മറുകരയിൽ എത്തിക്കണ്ടേ. അങ്ങനെയുള്ള ഈ പേപ്പട്ടിക്കുണ്ടോ സുബോധം? ഈ സുബോധമില്ല, നല്ല ജ്ഞാനമില്ല, ബോധമില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നീ പൊറുത്താളുമല്ലോ, നീ പൊറുത്തെന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലേ? അപ്പോ അതുപോലെ തന്നെ 8:30 9 മണിയാണ്, 9 മണി വരെ പറയാം. ഭഗവാൻ കാളി നാടകം എന്ന കൃതി, ഗുരുവിൻ്റെ ദേവീസ്ഥിതിപരമായ കൃതികളെ ചുറ്റിക്കൊണ്ടാണ് നമ്മളിന്ന് ഒരു ഭാഷണം വെച്ചിരിക്കുന്നത്. നമ്മുടെ സബ്ജക്റ്റും അതാണ്. നമുക്കറിയാം, അമ്മ എന്ന സത്യം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല അല്ലെ? നമ്മൾ ആദ്യം കണ്ട മുഖം അമ്മയുടേതാണ്, ആദ്യം കഴിച്ച ആഹാരം അമ്മയുടേതാണ്, ആദ്യം കേട്ട പാട്ട് അമ്മയുടേതാണ്. എത്ര പ്രാവശ്യം നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടാണ് ശരിയായ ഒരു വാക്ക് ഉറച്ചത് നമുക്ക്? എത്ര പ്രാവശ്യം വീണിട്ടാണ് നമ്മളൊന്ന് ശരിക്കും നടക്കാൻ പഠിച്ചത്? ആലോചിച്ച് നോക്കൂ. അതെ, അങ്ങനെയുള്ള അമ്മയെ നോക്കാത്ത മക്കൾ എത്രയുണ്ട്? അമ്മയുടെ സാമീപ്യത്തിനൊന്ന് വന്നിരിക്കുമ്പോൾ അല്ലെ, ശരിക്കും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തിരിക്കുന്ന ആ ഒരു സാമീപ്യം ഞാൻ ഓർത്തു പോകുന്നു. വന്നിരിക്കുമ്പോൾ ആദ്യം അമ്മ ചെയ്യുന്നത് എന്താ? കൈയെടുത്ത് വെറുതെ ഒന്ന് തലയിലൂടെ തലോടും. എന്നിട്ടൊരു ചോദ്യമാണ്, ആഹാരം കഴിച്ചു? ആ ചോദ്യത്തിലെല്ലാം അടങ്ങി, ആ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ എല്ലാം അടങ്ങി അല്ലേ? അങ്ങനെയുള്ള അമ്മയെ തന്നെയാണ് ഗുരു നമുക്ക് തന്നത്. നമുക്കറിയാം, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ശ്രീ ശങ്കരാചാര്യയുടെ മാതൃപഞ്ചകം എന്ന കൃതിയെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു തന്നിട്ടുണ്ട്. നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ, മലമതിലൊരു കൊല്ലം കിടക്കും ഓർക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവതല്ല എത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേ. നോക്കൂ, ഗർഭമാകുന്ന ചുമടല്ലേ? എന്തള്ള എന്നെയകമേ ചുമടായി കിടത്തി വെന്തുള്ളടിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ടു നൊന്തിങ്ങു പെറ്റു നരി പോലെ കിടന്നു കൂവുന്നു എന്താവതിങ്ങ് അടിയനെന്നരുളിയിടു ശംഭോ. എൻ്റെ അമ്മ എന്നെ 9 മാസം 9 ദിവസം 9 വിനാഴിക നമ്മളൊക്കെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നതല്ലേ? അമ്മയ്ക്ക് ഒരു ഭാരമല്ല കേട്ടോ മക്കള്, അമ്മയുടെ സത്ത തന്നെയാണ് കുഞ്ഞ്. ഒരിക്കലും അമ്മയ്ക്ക് മക്കൾ ഭാരമല്ല. മക്കൾ വളർന്ന് ആത്മനിഷ്ഠരാകുമ്പോൾ വിചാരിക്കും, ഞാൻ അമ്മയ്ക്ക് 9 മാസം ഒരു ഭാരമായി അമ്മ എന്നെ കൊണ്ടുവരുന്നില്ലേ, അതിന് ഞാൻ എന്താ കൊടുത്തു തീർക്കണേ? കുറെ ശമ്പളം കൊടുത്തു തീർക്കാൻ പറ്റുമോ? ഇല്ല. നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ,
1000 ശൂലങ്ങൾ ഒരുമിച്ച് തെറിച്ചു കയറ്റുന്നത് പോലെ വേദനയാണ് ഒരു അമ്മ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അനുഭവിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. 1 കൊല്ലത്തോളം കുഞ്ഞിന്റെ മലമൂത്രാദികളിൽ അമ്മ കിടന്നു. ഒരറപ്പോടു കൂടി അല്ലല്ലോ അമ്മ നമ്മുടെ മലമൂത്രങ്ങൾ എടുത്തത്, അല്ലല്ലോ. അതും പോട്ടെ, ഒരു കാര്യം ഓർക്കണം. ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും 9 മാസം കൊണ്ടു നടന്നതിന്റെ കൂലിയെ തീർക്കാവതല്ല, കൊടുത്തു തീർക്കാൻ പറ്റില്ല. എത്ര യോഗ്യൻ മകനും എത്ര പ്രധാനമന്ത്രി ആയാലും അമ്മയ്ക്ക് കൊടുത്തു തീർക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അമ്മയെ തൊഴുന്നേ എന്ന് പറയാം. അങ്ങനെയുള്ള അമ്മയ്ക്കൊരു നല്ല നമസ്കാരം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് 2 മാസം മുമ്പ് മനസ്സിനെ വേദനിപ്പിച്ച വലിയ ഒരു സംഭവമായിരുന്നു. നമ്മുടെ കണ്ണൂര് ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയുടെ മുൻപിൽ ഒരിക്കലും മടങ്ങി വരാത്ത യജമാനനെ യജമാനൻ മരിച്ചതറിയാതെ യജമാനനെ കാത്തുകൊണ്ട് ആ മോർച്ചറിയുടെ മുന്നിൽ 3 മാസത്തോളം അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ഇങ്ങനെ കാവലിരുന്ന ഒരു നായിന്റെ കഥ, ഒരു പട്ടിയുടെ കഥ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ്. അതിന്റെ തൊട്ട് താഴെ കണ്ട മറ്റൊരു വാർത്തയാ അതിലും വേദനിപ്പിച്ചു. കണ്ണൂരിലെ ഒരു വൃദ്ധസദനത്തിലെ ഒരു വ്യക്തി, അതായത് തൻ്റെ മക്കളിൽ ആരാണ് തന്നെ അവിടെ കൊണ്ടുവന്നാക്കിയതെന്ന് പോലെ ഇപ്പൊ പാപത്തിന് ഓർമ്മയില്ല. ആദ്യമൊക്കെ 4-5 വർഷം കൂടുമ്പോഴൊക്കെ ഒന്ന് വരുമായിരുന്നു. വരുമ്പോഴും കൃത്രിമമായി തിരക്കുകൾ അഭിനയിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. അത് കഴിയുമ്പോൾ പിന്നെ മക്കൾ വന്നെന്ന് പറയുമ്പോഴും എനിക്ക് കാണണ്ട. ആലോചിച്ച് നോക്കൂ. അവിടെ ആ കാവലിരുന്ന നായക്കുട്ടിയുടെ ഒരു കാവലും കരുതലെങ്കിലും സ്വന്തം അച്ഛനമ്മമാരോട് കൊടുക്കുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കണം. അങ്ങനെ ഒരു അപേക്ഷയുള്ളത്. കാരണം ഭഗവാൻ കരുണാനിധിയായ കാരുണ്യസ്വരൂപനായ ഗുരുവിനേക്ക് നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യ മനസ്സിലെ കരുണ വറ്റിപ്പോകരുത്. അതിന് ആത്മീയമായ അടിത്തറ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ വളർത്തേണ്ടതുണ്ട്. കാളി നാടകത്തിലെ ഒരു ഭാവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് നിർത്തുകയാണ്. കാളി നാടകത്തിലെ ഗുരു ദേവിയുടെ മറ്റൊരു ഭാവമാണ് വർണ്ണിക്കുന്നത്. കാലസ്വരൂപിണിയായ ദേവിയെ വർണ്ണിക്കുകയാണ്. അതിൽ ഗുരു പറയുന്നുണ്ട്, പണം പെണ്ണിലും മണ്ണിലും ചെന്നു ബുക്ക് ആശ്വസിച്ചാത്തമോദം ഗുണം കെട്ടു ദുഃഖിച്ചു പോവാനയക്കല്ല അഹം ദേഹമെന്നോർത്തു സത്വാദിയാം മുക്കുണം കെട്ടുപെട്ടൂരു മായാവിലാസം ക്ഷണം ക്ഷീണയോ. പറയാൻ പറ്റില്ല, നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റില്ല. കാരണം ദണ്ഡക വൃത്തമാണ്, ഏറ്റവും നീണ്ട വൃത്തം. നമ്മുടെ ജീവിതം പോലെ പ്രപഞ്ചം പോലെ ദൈർഘ്യമേറിയ തുടക്കമുണ്ട്, ഒടുക്കം അവസാനത്തിലാണ്. ശ്വാസം മുട്ടി മരിച്ചു പോകുന്നു. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു സ്റ്റോപ്പ് ഇട്ട ചൊല്ലി. കാളി നാടകം, അതായത് ജനനീ നവരത്ന മഞ്ജരിയിൽ അഹോ നാടകവും നിഖിലവും എന്ന് പറഞ്ഞു. എല്ലാത്തിലും ഇരുന്ന് ആടുന്നത് ഒരു ദേവിയാണ്, ഒരു ചൈതന്യാണെന്ന് പറയുന്നു. അതിൻ്റെ വിഷ്വലൈസേഷനാണ്, അതിൻ്റെ ദൃശ്യാവിഷ്കരണമാണ് കാളി നാടകത്തിൽ പറയുന്നത്. പണം, നമ്മളെയൊക്കെ ഇട്ട് അലട്ടുന്ന 3 കാര്യം: പണം, പെണ്ണ്, മണ്ണ്, അല്ലേ? ഇത് മനുഷ്യ മനസ്സുകളെ എന്നും കൊണ്ടുപോയി ദുഃഖത്തിലാഴ്ത്തുന്നതാണ്. അതിലൊക്കെ കൊണ്ടുപോയിട്ട് വലച്ച്, അല്ലെ, ഗുണം കെട്ട് ദുഃഖിച്ചു പോകാനയക്കല്ല. എന്നെ കേവലം പണത്തിനും പെണ്ണിനും മനസ്സിനും ഇതിനും ഭൂമിക്കും ഒക്കെ വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ ജീവിപ്പിച്ച് എൻ്റെ ഈ ശ്രേഷ്ഠ ജന്മത്തെ പാഴാക്കല്ലേ. ഗുണം കെട്ട് ദുഃഖിച്ചു പോകാനയക്കല്ല അഹം ദേഹമെന്നോർത്ത് സത്വാദിയാ മുക്കുണം കെട്ടു പെട്ടോരു മായാവിലാസം. ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ പണത്തിലും പെണ്ണിലും മണ്ണിലും ഒക്കെ ഭ്രമിച്ചു പോകുന്നത്? എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഈ ശരീരത്തിന് വേണ്ടിയാണ് നമ്മൾ അതിനെയൊക്കെ ആഗ്രഹിക്കുന്നത്, അല്ലെ? കത്തിച്ചു കളയാനുള്ള ഈ ശരീരത്തിന് വേണ്ടി ഈ നശ്വരമായ സുഖഭോഗങ്ങളിൽ മുഴുകി മനുഷ്യനെ നേടേണ്ടതായ ആത്മീയമായ അറിവിനെ നേടാതെ ഈ ലോകത്ത് നിന്ന് കടന്നു പോകരുതേ എന്നൊരപേക്ഷയാണ്. അതിന് നമ്മൾ
ഗുരുദേവ കൃതികളിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. കാരുണ്യസ്വരൂപനായ ഒരു കനിഞ്ഞേറിയ ദേവീ സ്തുതിപരമായ കൃതികൾ മനുഷ്യ മനസ്സിൻ്റെ ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തിലേക്ക് എത്തുവാൻ പര്യാപ്തമാകട്ടെ എന്ന് പറയുകയാണ്. അതായത് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ആദ്യം തന്നെ ഗുരു നമോ നാദബിന്ദുആത്മിക എന്ന് പറഞ്ഞാൽ തുടങ്ങണേ. ഒരു നാദം, അതായത് ഒരു ശബ്ദം പൊട്ടി വിരിഞ്ഞ് പ്രപഞ്ചമായി മാറിയിരിക്കുന്നു. ഒരു ബിന്ദു പൊട്ടി വിരിഞ്ഞ് ഇവിടുത്തെ രൂപങ്ങളായി മാറിയിരിക്കുന്നു. അവിടേക്ക് എത്ര വിശദീകരിച്ചാലും ഈ ഉപനിഷത്ത് സത്യം പറഞ്ഞു തീരില്ല. ഉപനിഷത്ത് ഋഷിയായ ഗുരു തന്നിരിക്കുന്ന ആ താന്ത്രികമായ ഒരു കാഴ്ചപ്പാടിലും കൂടിയാണ് നമുക്ക് കാളി നാടകം തന്നിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് പറയുകയാണ്, നമസ്തേ മഹാഘോര സംസാര വാരാന്നിരിക്കക്കരക്കേറുവാൻ തൃപ്പദത്താരിണ കപ്പലല്ലാതൊരാലംബനം മറ്റെനിക്കൊന്നുമില്ലമ്പ കാരുണ്യരാശേ. ഈ ലോക ജീവിതത്തെ തരണം ചെയ്യുന്നതിന് അമ്മയുടെ പാതാരവിന്ദങ്ങളല്ലാതെ എനിക്ക് മറ്റൊന്നും ആശ്രയമില്ല എന്ന് ആ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു 2 മിനിറ്റോടെ കേട്ടോ, 2 മിനിറ്റോടെ ഇവിടെ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞു ഗുരു ഒരു ഋഷീശ്വരനാണ്. ഒരു ഋഷീശ്വരൻ തന്ന കാവ്യതലജങ്ങളെല്ലാം തന്നെ ആത്മീയമായ അറിവ് തിരഞ്ഞതാണ്. അതൊരു മൂലയ്ക്ക് മാറ്റിവെക്കാനുള്ളതല്ല. അതൊരു വേദഗ്രന്ഥം പോലെ, ദിവ്യഗ്രന്ഥം പോലെ നിത്യവും പാരായണം ചെയ്ത് അതിനെ ആശയം നമ്മൾ എടുക്കേണ്ടതുണ്ട്, അല്ലേ? സമസ്ത പ്രപഞ്ചം സൃജിച്ചും ഭരിച്ചും മുതാ സംഹരിച്ചും രസിച്ചും രവിച്ചും കളിച്ചും തുളച്ചും മഹാഘോരഘോരം വിളിച്ചും ആനന്ദദേശേ വസിച്ചും. ഇവിടെയൊക്കെ ഗുരു വേദമായിട്ട് തന്നിരിക്കുന്നത്. ഈ സമസ്ത പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് ഭരിച്ച് അതിനെ സംഹരിക്കുന്ന ആ ദേവിയെ പറഞ്ഞു തരികയാണ്. നമ്മളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ മറയുമ്പോൾ എന്താണോ നിന്റെ പ്രസന്റ് സ്റ്റേജ് എന്താണോ അതിലേക്ക് നീ മറയും. തിരിച്ചു വരുമ്പോൾ നീ അതിലേക്ക് തന്നെ വരും. അതുകൊണ്ട് മറയുന്നതിന് മുമ്പ് കുറെ സത്യമൊക്കെ അറിഞ്ഞിങ്ങോട്ട് പോകുക. ഇതാണ് ഗുരു പറഞ്ഞത്. ഈ സമസ്ത പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് ഭരിച്ചഴിക്കുന്ന ദേവിയെ പറയുക. അത് ഉപനിഷത്താണ്. ലൂതമുള്ളിലിരുന്ന നൂലു വലിച്ചു നൂത്തു കളിച്ചതും സാധനം തനതുള്ളിലാക്കി രമിച്ചിടും പടിമായയാം ഭൂതഭൗതികമൊക്കെയും പതിവായെടുത്തു വലിച്ചഴിച്ച് ആദിമുച്ചുടരായി വിളങ്ങും അനന്ത ഷൺമുഖപാകിമാം. അവിടെ സുബ്രഹ്മണ്യനെ സ്തുതിച്ചപ്പോൾ ഈ ദേവി തത്വം അവിടെ കൊടുത്തു. ഭഗവാനെ ഭൂതഭൗതികമൊക്കെ ഭരിച്ച് അഴിച്ചെടുക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാനെ നീ പരമാത്മാവ. അവിടെ ഒരു 8 തൻ്റെ ഉള്ളിൽ നിന്ന് നൂലെടുത്തിട്ട് ലൂതമെന്ത 8 എന്നിട്ട് വല സൃഷ്ടിച്ച് ആ വലയിലൂടെ നടന്ന് ഇരപിടിച്ച് ആ വലയെ തന്നിലേക്ക് തന്നെ ഉപസംഹരിക്കുന്നത് പോലെ ദേവി നീ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഭരിച്ച് നിന്നിലേക്ക് എടുക്കുന്നു എന്ന് പറയാം. ഉപനിഷത്താണ്. പൂർണ്ണനാഭി ദൃഷ്ടാന്തമാണ് ഗുരു പറഞ്ഞു തന്നത്. വേദസാര സംഗ്രഹമായ യഥോർണനാഭി സൃജതേ ഗൃഹണതേ ച യഥാ പൃഥിവ്യാമോഷദേഹ സംഭവന്തി യഥാ സദഹ പുരുഷ കേശലോമാനി സംഭവന്തി തഥാ അക്ഷരാത് സംഭവതീഹ വിശ്വം എന്ന ഉപനിഷത്ത് സാരത്തെ ഗുരു ലൂത ദൃഷ്ടാന്തത്തിലൂടെ പറഞ്ഞു തരികയാണ്. ഷൺമുഖ സ്തോത്രത്തിലൂടെ. അതിനകത്ത് അവിടെ പറയുന്നുണ്ട്, 8 വല നെയ്യുന്നത് പോലെ ജഗദീശ്വര ചൈതന്യത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി നിലനിർത്തി ഫനിലേക്ക് സംഹരിക്കുന്നു എന്ന് പറയാം. അപ്പൊ ശിഷ്യൻ ചോദിക്കുക, 8 വലയെ സൃഷ്ടിച്ച് അതിൽ നിന്ന് ഇരയെടുക്കുന്നത് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ലേ? ജഗദീശ്വരൻ അങ്ങനെ ഒരു സ്വാർത്ഥതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയാം, യഥാ പൃഥിവ്യാമോഷദേഹ സംഭവന്തി, ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതുപോലെയാണ് സൃഷ്ടി നടത്തിയത്. അപ്പൊ പറയാ, ഭൂമി ജഡമല്ലേ?
ശരിക്കും ശുദ്ധ ജഡമാ ഭൂമി, ചൈതന്യം മങ്ങിക്കിടക്കുക. നമ്മുടെ മനസ്സ് പോലെ തെളിഞ്ഞതല്ലോ ഭൂമി. അപ്പോ അതിൽ നിന്ന് സൃഷ്ടി നടന്നെന്ന് പറഞ്ഞപ്പോൾ സംശയം വന്നു ഗുരു. പിന്നെ ഗുരു പറഞ്ഞു കൊടുക്കുക, ഉപനിഷത്ത് ഋഷി പറയാ, യഥാ സതഹ പുരുഷ കേശലോമാനി സംഭവന്തി. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് മുടിയും രോമങ്ങളൊക്കെ വരണില്ലേ, അത് ജഡമല്ലേ, മനുഷ്യൻ സത്തല്ല. അങ്ങനെ നിരവധിയായ ഉദാഹരണങ്ങളിലൂടെ സൃഷ്ടി പ്രക്രിയയെ പറഞ്ഞു കൊടുക്കുകയാണ് ഗുരുദേവൻ. എന്തായാലും കുറച്ച് താന്ത്രികവും ഒത്തിരി ഏറെ ഉപനിഷത്ത് ദർശനവും കുറച്ചേറെ ആഴത്തിലുള്ളതാണ് ഗുരുദേവ കൃതികൾ. കേട്ട് 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 വരുമ്പോൾ കലക്ക വെള്ളത്തിലേക്ക് തെളിവെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ മനസ്സ് ശുദ്ധമാകും. എന്തായാലും ഇത്രയും സമയം ഇവിടെ ഇരുന്ന് ഇത് ശ്രവിച്ച സജ്ജനങ്ങൾക്ക് ഏവർക്കും ഭഗവാന്റെ കടാക്ഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എന്നെ ഈ സത്സംഗത്തിലേക്ക് ക്ഷണിച്ച ശാഖായോഗത്തിൻ്റെ ഭാരവാഹികൾക്കും ഞാനിന്ന് ഈ വേദിയിൽ നിൽക്കുന്നതിന് നിമിത്തമായ എൻ്റെ ആത്മാ സഹോദരൻ രാജീവ്ജിക്കും കുടുംബത്തിനും എല്ലാം ഗുരുദേവ നാമധേയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഗുരുവിന് സമർപ്പിക്കുന്നു. ഗുരു ഓം തത്സത്.